ഹലോ സ്റ്റുഡൻസ്, നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് മൊഡ്യൂളിൻ്റെ സിലബസ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സെക്കൻഡ് മൊഡ്യൂളിൽ ഫസ്റ്റ് പറയുന്നത് ആക്ടിവിറ്റീസിനെ കുറിച്ചാണ്. അതായത് ആക്ടിവിറ്റിയുടെ എന്താണ് ആക്ടിവിറ്റിയുടെ ലൈഫ് സൈക്കിൾ, ആക്ടിവിറ്റി എന്താണെന്നൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം. ആക്ടിവിറ്റീസിൻ്റെ ഒരു ലൈഫ് സൈക്കിളുണ്ട്, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. അത് ഞാൻ അടുത്ത സെഷനിൽ അത് നിങ്ങൾക്ക് എടുത്തു തരാം. അത് കഴിഞ്ഞ ആ മൊഡ്യൂളിൽ വരുന്നത്, സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത് ഒന്നിലധികം ആക്ടിവിറ്റീസ് ഉപയോഗിച്ചുള്ള ആപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് ഒന്നിലധികം ആക്ടിവിറ്റി എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് മറ്റൊരു ആക്ടിവിറ്റിയിലേക്ക് എങ്ങനെ നമുക്ക് പോകാൻ പറ്റും, തിരിച്ചെങ്ങനെ വരാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് മറ്റൊരു ആക്ടിവിറ്റിയിലേക്ക് ഡാറ്റ എങ്ങനെ സെൻഡ് ചെയ്യാം, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ആക്ടിവിറ്റി എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം. ഒരു സ്ക്രീൻ അല്ലേ, നമ്മുടെ ആപ്പിനകത്തുള്ള മൊബൈൽ ആപ്പിനകത്തുള്ള ഒരു സ്ക്രീനിനാണ് ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഒരു ആക്ടിവിറ്റിയായിട്ട് ബന്ധപ്പെട്ട് മെയിനായിട്ട് 2 ഫയലുകളുണ്ടെന്നറിയാം. ഒരു ജാവ ക്ലാസ് ഫയലിൻ്റെ അകത്ത് അതിൻ്റെ കോഡും, പിന്നെ ഒരു ഡിസൈൻ XML ഫയലിൻ്റെ അകത്ത് അതിൻ്റെ ഡിസൈനും. ഓക്കെ, ഇത് രണ്ടും ചേർന്നതാണ് ഒരു ആക്ടിവിറ്റി. അപ്പോൾ നമ്മൾ സാധാരണ ഇതുവരെ ചെയ്ത എല്ലാ പ്രോഗ്രാമിലും ഒറ്റ സിംഗിൾ ആക്ടിവിറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് എന്താണ് ലോഞ്ചർ ആക്ടിവിറ്റി എന്ന് പറയുക അതിന്. അതായത് നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത മൊബൈലിൽ അത് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ വരുന്ന സ്ക്രീനിലാണ് അതിൻ്റെ ആ ആപ്പിൻ്റെ ലോഞ്ചർ ആക്ടിവിറ്റി എന്ന് പറയുക. നമ്മൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്ത എല്ലാ ആപ്പിലും ലോഞ്ചർ ആക്ടിവിറ്റി മാത്രമേ ഉള്ളൂ, സിംഗിൾ ആക്ടിവിറ്റി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെ മാനിഫെസ്റ്റ് ഫയലും ഇമ്പോർട്ടൻ്റ് ആണ്. മാനിഫെസ്റ്റ് ഫയലിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഒരു ആപ്പിന് ഒരു മാനിഫെസ്റ്റ് ഫയൽ ഉണ്ടാവും, ആൻഡ്രോയിഡ് manifest.xml ഇതാണ് ഫയൽ. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റെ കണ്ടൻറ്റ് കാണാം. അപ്പം അതിൻ്റെ അകത്ത് ഈ ആപ്പിനകത്ത് ഉപയോഗിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിനെ കുറിച്ചുള്ള ഒരു ആപ്ലിക്കേഷൻ്റെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ്റെ റൂട്ടാണ് ഈ പറഞ്ഞ ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിലുള്ള എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ എല്ലാ ആക്ടിവിറ്റീസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം യൂസിങ് ആക്ടിവിറ്റി ടാഗ്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഒറ്റ ഒരു ആക്ടിവിറ്റി ടാഗ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ആകെ ഒരു ആക്ടിവിറ്റി മാത്രമേ ഇപ്പോൾ ഇതിനകത്തുള്ളൂ, ഒരു സിംഗിൾ ആക്ടിവിറ്റി ഉള്ള ഒരു ആപ്പാണ് ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് അടുത്ത ആക്ടിവിറ്റി ആഡ് ചെയ്യണം, അതിൻ്റെ കാര്യങ്ങൾ പഠിക്കണം. അതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ പുതിയൊരു ആക്ടിവിറ്റി ആഡ് ചെയ്താൽ ആ ആക്ടിവിറ്റിയുടെ പേര്, ഇതിപ്പോൾ ഒറ്റൊരു ആക്ടിവിറ്റി ഉള്ള അതിൻ്റെ പേരെന്താണ്, മെയിൻ ആക്ടിവിറ്റി എന്ന് കാണിക്കുന്നത് നെയിം. പിന്നെ ഈ ആക്ടിവിറ്റിക്ക് ചില പ്രത്യേകത ഉള്ളത് കൊണ്ട് അതിനൊരു ഇൻഡൻറ്റ് ഫിൽട്ടർ ആവശ്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ആക്ടിവിറ്റിയുടെ ആക്ഷനും കാറ്റഗറിയും പറഞ്ഞു കൊടുക്കണം നമ്മൾ. ഓക്കെ, ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് മെയിൻ ആക്ടിവിറ്റിയാണ്. അത് എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. android:name = android.indent.action.main. അത് കുറച്ച് ആപ്പുകൾ നിങ്ങൾ റഫർ കോഡിലൊക്കെ എഴുതി പ്രോഗ്രാമൊക്കെ എഴുതി വരുമ്പോൾ ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലേക്ക് വരും. അതുപോലെ കാറ്റഗറി ആയിട്ട് പറയുന്നത് ലോഞ്ചർ, android.indent.category.launcher. ഓക്കെ, അപ്പോൾ അതായത് ഈ ആപ്പിനെ ലോഞ്ച് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് ഇത്. ഈ ഏത് ആക്ടിവിറ്റിയും .main ആക്ടിവിറ്റി എന്ന് പേരുള്ള ആക്ടിവിറ്റി. ഇപ്പോൾ തൽക്കാലം ഇതിനകത്ത് ഈ ഒരൊറ്റ ആക്ടിവിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു. ഇനി നമ്മൾ പുതിയൊരു ആക്ടിവിറ്റി ആഡ് ചെയ്യുകയാണെങ്കിൽ അതിനും ഈ ഒരു ആക്ടിവിറ്റി ടാഗ് വെച്ചിട്ട് അതിൻ്റെ നെയിം എന്തായാലും എഴുതണം, ഈ ക്ലോസിങ് ടാഗും വേണം. പിന്നെ അത് മെയിൻ അല്ലെങ്കിൽ ലോഞ്ചർ ആക്ടിവിറ്റി അല്ലാത്തത് കൊണ്ട് ഇൻഡൻറ്റ് ഫിൽട്ടർ ഇനിയുള്ള ഇതിനൊന്നും ആവശ്യമായിട്ട് വരില്ല. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. ഈ മാനിഫെസ്റ്റ് ഫയലുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ ആക്ടിവിറ്റിയിൽ എന്താണ് ഉള്ളതെന്നുള്ളതിൻ്റെ കൺസെപ്റ്റ് ഇതാണ്. ആക്ടിവിറ്റി എന്ന് പറഞ്ഞ ടാഗ് ഉപയോഗിച്ച് ആക്ടിവിറ്റിയുടെ പേര് എന്തായാലും ഈ മാനിഫെസ്റ്റ് ഫയൽ, ഈ ആപ്പിനകത്ത് എത്ര ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എത്ര സ്ക്രീൻ ഉണ്ടോ അതിൻ്റെ എല്ലാം ആക്ടിവിറ്റി നെയിം ഇവിടെ ഈ ഒരു ആക്ടിവിറ്റി ടാഗ് ഉപയോഗിച്ച് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവണം. ആക്ടിവിറ്റി android:name എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് =.main ആക്ടിവിറ്റി, ആ ആക്ടിവിറ്റിയുടെ പേര് അതിൻ്റെ ഫ്രണ്ടിലും ഡോട്ട്, അങ്ങനെയാണ് അത് വരിക. ഈ ആപ്പിനകത്തുള്ള ഇന്ന ആക്ടിവിറ്റി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഡോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ ഇനി പുതിയൊരു ആക്ടിവിറ്റി നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് ഇതിന് ശേഷം പുതിയൊരു ആക്ടിവിറ്റി എന്നുള്ള ടാഗ് വെച്ചിട്ട് അതിൻ്റെ പേര് ഇതേപോലെ android:name ഇപ്പോൾ സെക്കൻഡ് ആക്ടിവിറ്റി എന്നാണ് പേര് കൊടുക്കുന്നതെങ്കിൽ അതവിടെ ചേർക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് തൽക്കാലം ഞാൻ മാനിഫെസ്റ്റ് എന്നുള്ള ഫയൽ ഇവിടെ ക്ലോസ് ചെയ്യണം. ഇപ്പോൾ അറിയാം, ഇപ്പോൾ ആകെ ഒരു ആക്ടിവിറ്റിയാണ് ഇത്. ഇപ്പോൾ ഈ ഒരു സ്ക്രീൻ നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഞാനതിൽ ഈ ഒരു ആക്ടിവിറ്റിയിൽ 2 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് ആക്ടിവിറ്റി 1 എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്തു, ടെക്സ്റ്റ് വ്യൂ. അതിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് ആക്ടിവിറ്റി 1. അതിൻ്റെ ഇത് സെൻട്രലൈസ് ചെയ്തു, ഇത്ര മാർജിൻ ടോപ്പിൽ ഇത്ര ഇട്ടു, ടെക്സ്റ്റ് സൈസ് കൂട്ടി ബോൾഡാക്കി, അത്തരം കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് ഇത് ഇങ്ങനെ ആയത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനത് ചെയ്ത് കാണിക്കുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ തൊട്ട് താഴെ ഒരു ബട്ടൺ ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ രണ്ടാമത്തെ ഒരു ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യും. ഈ ആക്ടിവിറ്റി മെയിൻ ആക്ടിവിറ്റിയിൽ നിന്ന് രണ്ടാമത്തേലേക്ക് പോകുന്നത് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ പോകാനുള്ള ഒരു ബട്ടണാണ് ഗോ ടു ആക്ടിവിറ്റി 2 എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തു. ബട്ടൻ്റെ ലേഔട്ടും കാര്യങ്ങളും അതിൻ്റെ പിക്സലും സൈസും എന്താണ് അതിൽ എഴുതി വരുന്ന ടെക്സ്റ്റ് ഇതൊക്കെ നിങ്ങൾക്കിപ്പോൾ അറിയാം. മാർജിൻ ടോപ്പ്, ടെക്സ്റ്റ് സ്റ്റൈല്, ടെക്സ്റ്റ് സൈസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കും. ഓക്കെ, റാപ്പ് കണ്ടൻറ്റ് അല്ല മാച്ച് പാരൻറ്റ് കൊടുത്തത് കൊണ്ട് പാരൻ്റ് എന്നാണ് ഈ സ്ക്രീനിൻ്റെ ലേഔട്ട്, എൻ്റെ സൈസ് ആ ഫുൾ സൈസാണ് പാരൻ്റ് എന്ന്. അപ്പോൾ മാച്ച് പാരൻറ്റിൽ പെടുത്തുമെന്ന് പറഞ്ഞാൽ ഫുൾ വരും ഇവിടുത്തെ ഈ സ്ക്രീനിൻ്റെ ഈ എൻഡ് തൊട്ട് ഈ എൻഡ് വരെ. അപ്പോൾ രണ്ടിടത്ത് ഇച്ചിരി ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മാർജിൻ എൻഡെന്നും മാർജിൻ സ്റ്റാർട്ടെന്നും. മാർജിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 20 dp, മാർജിൻ എൻഡ് ചെയ്യുന്നത് 20 dp. രണ്ടിടത്തും മാർജിനായിട്ട് 20 dp കൊടുക്കും. കാണാനൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തത്. ഓക്കെ, അത് നമ്മൾ മാച്ച് പാരൻറ്റ് കൊടുത്തുകൊണ്ടാണ്. അല്ലെങ്കിൽ റാപ്പ് കണ്ടൻറ്റ് എന്നാണ് കൊടുത്തതെങ്കിൽ ഈ പറഞ്ഞ ഇത്രയും വരെ ഗോ ടു ആക്ടിവിറ്റി 2 അത്രയും തന്നെ അതിൻ്റെ സൈസ് വരുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോന്ന് മാറി മാറി പരീക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങനെ ചെയ്തു തന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് രണ്ടും ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്കറിയാം. ലീനിയർ ലേഔട്ടാണ്. ലേഔട്ടിൻ്റെ ഓറിയൻറ്റേഷൻ വെർട്ടിക്കൽ, അതായത് താഴെ വരുന്ന പോലെ നമ്മൾ വെച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് വ്യൂ ആദ്യം ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം ഒരു ബട്ടൺ. ഈ ഡിസൈൻ ഇത്രയും മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി അതിൻ്റെ ജാവ കോഡ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. മെയിൻ ആക്ടിവിറ്റി, എക്സ്റ്റൻസ്, ആപ്പ് കോമ്പാക്റ്റ് ആക്ടിവിറ്റി, ഇതൊക്കെ നിങ്ങൾക്കറിയാം. ഓൺ ക്രിയേറ്റ് എന്നുള്ള ലൈഫ് സൈക്കിൾ മെത്തേഡ്, അതിൻ്റെ സൂപ്പർ, അതായത് ആക്ടിവിറ്റിയിലുള്ള ഓൺ ക്രിയേറ്റ് മെത്തേഡിനെ കോൾ ചെയ്യുന്നു ആദ്യം. എന്നിട്ട് അത് ക്രിയേറ്റ് ചെയ്യുന്നു. സെറ്റ് കണ്ടൻറ്റ്, ഇതിൻ്റെ ആക്ടിവിറ്റി മെയിൻ .xml എന്നുള്ളതാണ് അതിൻ്റെ ഡിസൈൻ ഫയൽ. രണ്ടും തമ്മിൽ കണക്ട് ചെയ്തു. സെറ്റ് കണ്ടൻറ്റ് വ്യൂ എന്നുള്ള മെത്തേഡ് വെച്ചിട്ട് ഡിസൈനും ജാവ കോഡും തമ്മിൽ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സെറ്റ് കണ്ടൻറ്റ് വ്യൂ, അതായത് ഈ ആക്ടിവിറ്റിയുടെ കണ്ടൻറ്റ് വ്യൂ ഡിസൈൻ ഇരിക്കുന്നത് എവിടെയാണ്? r.layout.activity main.xml എന്ന് പറഞ്ഞ ഈ ഫയലിലാണ് അത് കണക്ട് ചെയ്തത്. ഓക്കെ, ഇത്രയും കാര്യം നിങ്ങൾക്കറിയാം, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് പുതിയൊരു ആക്ടിവിറ്റി കൂടെ ഇതിനകത്ത് ചേർക്കണം. അതായത് ഒരു ആപ്പിനകത്ത് ഒന്നിലധികം സ്ക്രീനുകൾ, അല്ലേ, ഒറ്റ സ്ക്രീൻ മാത്രമുള്ള ആക്ടിവിറ്റി അല്ലെങ്കിൽ ആപ്പ് നമ്മൾ അധികം കണ്ടിട്ടില്ല. മിക്കവാറും എല്ലാത്തിനും ഒന്നിലധികം പേജസ് അല്ലെങ്കിൽ സ്ക്രീൻസ് ഉണ്ട്. അതിന് നമ്മൾ ഇവിടെ വിളിക്കുന്നത് ആക്ടിവിറ്റി എന്നാണ്. അപ്പോൾ നമുക്ക് ഒരു ആക്ടിവിറ്റി കൂടെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ക്രിയേറ്റ് ചെയ്യണം? മാനുവലി ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ ഒറ്റ പ്രൊസീജിയർ കൊണ്ട് ആക്ടിവിറ്റി മൊത്തത്തിൽ ക്രിയേറ്റ് ചെയ്ത് തരുന്ന മെത്തേഡ് ഉണ്ട്. അത് എളുപ്പമാണ് നമുക്ക്. അത് നമ്മൾ വലിയ ആപ്പുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ ഒരു സ്റ്റഡി പർപ്പസിന് നമുക്ക് ഓരോന്നും മാനുവലായിട്ട് ചെയ്യുന്നത് ആദ്യം പഠിക്കണം. എങ്കിൽ മാത്രമേ ഇതിൽ ഓരോന്നും എന്തൊക്കെയാണ് ചേഞ്ച് വരിക എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പുതിയൊരു ആക്ടിവിറ്റി വരണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒന്ന് ഈ ഒരു ജാവ ഫയൽ, ഈ ആക്ടിവിറ്റിയായി ബന്ധപ്പെട്ട ജാവ ഫയൽ ക്രിയേറ്റ് ചെയ്യണം. പിന്നെ ആക്ടിവിറ്റിയായി ബന്ധപ്പെട്ട XML ഫയൽ, അതിൻ്റെ ഡിസൈൻ ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഇത് കൂടാതെ മൂന്നാമത് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്, അത് മറന്നു പോകാൻ പാടില്ല. അതെന്താണ്? ഈ ആക്ടിവിറ്റി ഈ ആപ്ലിക്കേഷൻ്റെ പാർട്ട് ആവണമെങ്കിൽ അതെവിടെ രജിസ്റ്റർ ചെയ്യണം? ഈ ആപ്ലിക്കേഷൻ്റെ റൂട്ട് ഫയലായ ആൻഡ്രോയിഡ് മാനിഫെസ്റ്റിനകത്ത് ഒരു ആക്ടിവിറ്റി എന്നുള്ള ടാഗ് ഉപയോഗിച്ച് അതിൻ്റെ പേര് നമ്മൾ പറഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ആപ്പിൻ്റെ പാർട്ടായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആക്ടിവിറ്റി വരുള്ളൂ. ഓക്കെ, ഇത് നമ്മൾ ഏറ്റവും അവസാനം ചെയ്യുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഓക്കെ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ മെയിൻ ആക്ടിവിറ്റി എന്നുള്ള ജാവ ഫയലുണ്ട്. ഇപ്പോൾ ഉള്ള ഒരു സിംഗിൾ ആക്ടിവിറ്റിയുടെ ജാവ ഫയലും അതിൻ്റെ ഡിസൈൻ ഫയലും ഉണ്ട്. പിന്നെ നമ്മൾ പുതിയ ആക്ടിവിറ്റി ഇത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി പുതിയ ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. പുതിയ ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ജാവ ഫയലൊന്ന് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ജാവ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ ഈ ജാവ എന്നുള്ള ഫോൾഡറിൻ്റെ അകത്ത് ഈ മെയിൻ ആക്ടിവിറ്റി കിടക്കുന്ന ഫോൾഡർ ഉണ്ടല്ലോ, ഫസ്റ്റ് പാക്കേജ്, അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ന്യൂ ജാവ ക്ലാസ് എന്ന് പറയാം. അപ്പോൾ ക്ലാസ് നെയിം ചോദിക്കും. ക്ലാസ് നെയിം ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കുന്നത് സെക്കൻഡ് ആക്ടിവിറ്റി, സ്പേസ് ഒന്നുമില്ല, എസും എയും ക്യാപിറ്റലും. എന്തുകൊണ്ടാണ്? ജാവ ഫയൽ ജാവ ക്ലാസ്സിൻ്റെ ഒരു നെയിമിംഗ് കൺവെൻഷൻ അതാണ്, അല്ലേ? എല്ലാ ക്ലാസ്സിൻ്റെയും പേര് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അകത്ത് എല്ലാ വേർഡിൻ്റെയും ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കും? ക്യാപിറ്റലായിരിക്കും, ബാക്കിയെല്ലാം സ്മോൾ ലെറ്റർ. അപ്പോൾ അതുകൊണ്ട് ഞാനതിന് സെക്കൻഡ് ആക്ടിവിറ്റി എന്നുള്ള പേര് കൊടുത്തു, ക്രിയേറ്റ് ചെയ്തു. ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം സെക്കൻഡ് ആക്ടിവിറ്റി .java വന്നു. ഇതിൻ്റെ അത് പബ്ലിക് ക്ലാസ് സെക്കൻഡ് ആക്ടിവിറ്റി. പക്ഷേ ഇതൊരു ആക്ടിവിറ്റി ക്ലാസ്, ഇതിപ്പോൾ സാധാരണ ഒരു ജാവ ക്ലാസ് ആണ്, അല്ലേ? നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ആക്ടിവിറ്റിയാണ്. ഒരു ക്ലാസ് ആക്ടിവിറ്റിയായി മാറണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ദാറ്റ് ക്ലാസ് ഷുഡ് എക്സ്റ്റെൻഡ് ദ ജാവ ക്ലാസ്, ഏത് ആക്ടിവിറ്റി എന്നുള്ള ക്ലാസ്സിനെയോ അല്ലെങ്കിൽ അതിനെ ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ സബ് ക്ലാസ്സായ വേറെ ഏതെങ്കിലും ക്ലാസ്സിനെയോ എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പോൾ മെയിൻ ആക്ടിവിറ്റി നോക്കിയാൽ നമുക്ക് കാണാൻ എന്താണ് മെയിൻ ആക്ടിവിറ്റി? എക്സ്റ്റെൻസ് ആപ്പ് കോമ്പാക്റ്റ് ആക്ടിവിറ്റി. ആപ്പ് കോമ്പാക്റ്റ് ആക്ടിവിറ്റി എന്താണ്? ആക്ടിവിറ്റി എന്ന് പറയുന്ന ആ ബേസ് ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്ത അതിൽ നിന്ന് ഡിറൈവ് ചെയ്തുണ്ടായ സബ് ക്ലാസ്സാണ് എന്ത്? ആപ്പ് കോമ്പാക്റ്റ്
ആക്ടിവിറ്റി. അപ്പോൾ ഒന്നുകിൽ ആക്ടിവിറ്റി എന്നുള്ള ക്ലാസ്സിനെയോ അല്ലെങ്കിൽ അതിന് ഡിറൈവ് ചെയ്യുന്ന ക്ലാസ്സിനെയോ നമ്മുടെ ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്തെങ്കിൽ മാത്രമേ, ഇൻഹെറിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അതൊരു ആക്ടിവിറ്റിയായി മാറുള്ളൂ. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം, അത് ചേർക്കണം. എങ്ങനെ എഴുതുക? എക്സ്റ്റെൻസ് ഏത് ക്ലാസ്സിനെയാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്? ആക്ടിവിറ്റി കൊടുക്കുക. അപ്പോൾ അത് സെലക്ട് ചെയ്ത് നമ്മൾ അടിക്കുമ്പോൾ തന്നെ ഇവിടെ എന്ത് വന്നു? ഇമ്പോർട്ട്. കാരണം ആക്ടിവിറ്റി എന്നുള്ള ക്ലാസ് ഏതാണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമല്ല അതിനെ ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ക്ലാസ്സിനെ ഇവിടെ ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ, ഓട്ടോമാറ്റിക്കായിട്ട് അത് ചെയ്തു. ഇമ്പോർട്ട് ആൻഡ്രോയിഡ് ഡോട്ട് ആപ്പ് ഡോട്ട് ആക്ടിവിറ്റി. ഇപ്പോൾ ഇതൊരു ആക്ടിവിറ്റിയായി. ഇനിയും തീർന്നില്ല. എന്ത് വേണം? ഇതൊരു ആക്ടിവിറ്റിയായി മാറണമെങ്കിൽ ജാവ കോഡിൻ്റെ അകത്ത് എന്ത് വേണം? അതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ മെത്തേഡ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാറുണ്ട്. ഏതാണത്? ഇവിടെ നോക്കാം. മെയിൻ ആക്ടിവിറ്റിയിൽ ഏതാണ് ലൈഫ് സൈക്കിൾ മെത്തേഡ്? ഓൺ ക്രിയേറ്റ് അല്ലേ? ഓൺ ക്രിയേറ്റ് എന്നുള്ളത് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ആക്ടിവിറ്റി ക്രിയേറ്റ് ആകുമ്പോൾ ഇത് വർക്ക് ചെയ്യുള്ളൂ. വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഈ സൂപ്പർ ക്ലാസ്സിലുള്ള ഓൺ ക്രിയേറ്റിനെ കോൾ ചെയ്തിട്ട് മെമ്മറിയും അതിൻ്റെ സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയുള്ളൂ. എന്നിട്ട് മാത്രമേ ഈ ലേ ഔട്ട് ഇതാണ് അല്ലെങ്കിൽ ഡിസൈൻ ഇതാണെന്ന് സെറ്റ് കണ്ടൻറ്റ് വഴി പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ തൽക്കാലം നമ്മൾ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നു? ഓൺ ക്രിയേറ്റ് എന്നുള്ളതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ ഓൺ ക്രിയേറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ എന്ത് വന്നു? ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്തു അല്ലേ? നമ്മൾ ഇത്രയേ ചെയ്തുള്ളൂ. ഓൺ ക്രിയേറ്റ് പബ്ലിക് വോയിഡ് ഓൺ ക്രിയേറ്റ് ബണ്ടിൽ സേവ്ഡ് ഇൻസ്റ്റൻസ് സ്റ്റേറ്റ്. ഓക്കെ, അതൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. സേവ്ഡ് ഇൻസ്റ്റൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബണ്ടിലായിട്ട് വരുന്നു. അതിന് നമ്മൾ സൂപ്പർ ഡോട്ട് ഓൺ ക്രിയേറ്റ് സേവ്ഡ് ഇൻസ്റ്റൻസ് സ്റ്റേറ്റ് ഇത്രയും ചെയ്തു. ഒരു സെൻറ്റൻസ് കൂടി ഇവിടെ ചേർക്കാറുണ്ട്. എന്താണ്? ഇതിൻ്റെ ഡിസൈൻ അല്ലെങ്കിൽ കണ്ടൻറ്റ് വ്യൂ എന്താണെന്നുള്ള സെറ്റ് ചെയ്യണം. അതിന് സെറ്റ് കണ്ടൻറ്റ് വ്യൂ. ഇവിടെ മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ജാവ എടുത്ത് നോക്കിയാൽ കാണാം. സെറ്റ് കണ്ടൻറ്റ് വ്യൂ എന്ന് പറഞ്ഞ മെത്തേഡ് കോൾ ചെയ്തിട്ട് എന്ത് പറഞ്ഞു കൊടുക്കുന്നു? ആർ ഡോട്ട് ലേ ഔട്ട് ഡോട്ട് ആക്ടിവിറ്റി മെയിൻ. അത് മെയിൻ ആക്ടിവിറ്റിയുടെ XML ഫയൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് പറയാൻ പറ്റും. പക്ഷെ ഇപ്പോൾ നമ്മൾ എന്ത് XML ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ XML ഫയൽ എന്താണെന്ന് ആ ലേ ഔട്ട് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യണം? ഈ സെക്കൻഡ് ആക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഡിസൈൻ ഫയൽ അല്ലെങ്കിൽ XML ഫയൽ ക്രിയേറ്റ് ചെയ്യുക. XML ഫയൽ കിടക്കുന്ന എവിടെയാണെന്ന് നിങ്ങൾക്കറിയാം. റിസോഴ്സ് എന്നുള്ള ഫോൾഡറിൻ്റെ അകത്ത്, ലേ ഔട്ട് എന്നുള്ള ഫോൾഡറിൻ്റെ അകത്ത്. അപ്പോൾ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ ലേ ഔട്ട് റിസോഴ്സ് ഫയൽ. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ഫയൽ നെയിം ആക്ടിവിറ്റി _സെക്കൻഡ്. ഇതിന് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഒന്നും കൊടുക്കാറില്ല. നോർമലി സ്മോൾ ലെറ്ററിൽ തന്നെയാണ് കൊടുക്കാറ്. മിക്കവാറും എല്ലാത്തിൻ്റെയും നിങ്ങൾ നോക്കിയാൽ കാണും ഇവിടെ പേരുകൾ. മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ജാവ, അതുമായി ബന്ധപ്പെട്ട ഡിസൈൻ ഫയലിൻ്റെ പേര് എന്താണ്? ആക്ടിവിറ്റി _മെയിൻ ഡോട്ട് XML. അപ്പം അങ്ങനെയാണ് ഇതിൽ സാധാരണ വരിക. പേര് എന്ത് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ എന്നാലും നമ്മൾ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ സെക്കൻഡ് ആക്ടിവിറ്റി ഡോട്ട് ജാവ, ആ ആക്ടിവിറ്റിയുടെ ഡിസൈൻ ഫയൽ ഏതായിരിക്കും? ആക്ടിവിറ്റി _സെക്കൻഡ് എന്നുള്ള പേര് ഞാൻ കൊടുത്തു. ഓക്കെ അടിക്കുക. ഇപ്പോൾ ഒരു ഡിസൈൻ ഫയലിലൂടെ ക്രിയേറ്റഡ് ആവും. ഓക്കെ, ഡിസൈൻ അതിൻ്റെ ഇതും നമുക്ക് കാണാം. പ്രിവ്യൂ ഇവിടെ കാണാം. ഇത് നോർമലി വരിക കൺസ്ട്രെയിൻ ലേ ഔട്ട് ആയിരിക്കും ഡീഫോൾട്ടായിട്ട് വരിക. നമുക്കത് മാറ്റിയിട്ട് ലീനിയർ ലേ ഔട്ടോ റിലേറ്റീവ് ലേ ഔട്ടോ അങ്ങനെ ഏതെങ്കിലും കൊടുക്കാം. ഓക്കെ, ലീനിയർ ലേ ഔട്ടാക്കി. ഇനി ഇപ്പോൾ ഇതിനകത്ത് എന്തുണ്ട്? ഇപ്പോൾ ഈ ലേ ഔട്ട് എംപ്റ്റി ആണ് അല്ലേ? ഒന്നുമില്ല, ഒരു ടെക്സ്റ്റ് ഫീൽഡ് പോലും ഇല്ല. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്തൊരു എന്ത് വേണം? ആക്ടിവിറ്റി 2 ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ടെക്സ്റ്റ് ഫീൽഡ് കൊടുക്കാം. ടെക്സ്റ്റ് വ്യൂ അല്ലേ? ടെക്സ്റ്റ് വ്യൂ റാപ്പ് കണ്ടൻറ്റ്. ഇനി അതിനകത്ത് ടെക്സ്റ്റ് കൊടുക്കുക. ടെക്സ്റ്റായിട്ട് നമുക്ക് എന്ത് കാണിക്കണം? _text ഈക്വൽ ടു സെക്കൻഡ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ആക്ടിവിറ്റി 2 എന്ന് കാണിക്കണം അല്ലേ? ആക്ടിവിറ്റി 2 ഞാനവിടെ ആക്ടിവിറ്റി 2 എന്ന് ഡിസ്പ്ലേ ചെയ്യാണ്. ഓക്കെ, ക്ലോസിങ് ബ്രാക്കറ്റ് ഇട്ട് വെച്ചതാണ്. ഇനി അത് എവിടെയാണ്? ഇപ്പോഴും അതിരിക്കുന്നത് എവിടെയാണ്? ഈ ടോപ്പിലാണ് അല്ലേ? ആക്ടിവിറ്റി 2 എന്ന് എഴുതിയിരിക്കുന്നത് ഇവിടെയാണ്. അതിനെ നമുക്ക് താഴേക്ക് കൊണ്ടുവരണം. അപ്പോൾ ആദ്യം ലേ ഔട്ട് ഹൊറിസോണ്ടൽ ഗ്രാവിറ്റി കൊണ്ടുവരാം. ഗ്രാവിറ്റി ലേ ഔട്ട് ഗ്രാവിറ്റിയാണ് കൊടുക്കേണ്ടത്. ഗ്രാവിറ്റി ആ ഒരു ഏരിയയുടെ അകത്ത് സ്ക്വയറിനകത്ത് എങ്ങനെയാണെന്നുള്ളതാണ് പറയുക.
ലേഔട്ട് ഗ്രാവിറ്റി, സെൻറ്റർ ഹൊറിസോണ്ടൽ. ഇത് വരാത്ത എന്താണെന്ന് വെച്ചാൽ ലീനിയർ ലേഔട്ടിന് നമ്മൾ ഓറിയൻറ്റേഷൻ കൊടുത്തില്ല, അതുകൊണ്ടാണ് അത് വരാത്തത്. ഓറിയൻറ്റേഷൻ വെർട്ടിക്കൽ എന്ന് നമ്മളാക്കി കൊടുക്കണം ലീനിയർ ലേഔട്ട് കൊടുക്കുമ്പോൾ, അത് മറന്നു പോകുന്നു. ഓക്കെ, ഇപ്പോൾ അത് സെൻറ്റർ ഹൊറിസോണ്ടൽ ആയിട്ട് വന്നു. ഇനി നമുക്ക് മാർജിൻ ടോപ്പിൽ കുറച്ച് മാർജിൻ കൊടുക്കാം. dp മാർജിൻ കൊടുത്തു. ഇനി അതിൻ്റെ സൈസ്, ഇതൊക്കെ എല്ലാത്തിലും നമുക്ക് ചെയ്യേണ്ടതാണ്. ടെക്സ്റ്റ് സൈസ് ഒരു 30 sp, 30 sp കൊടുക്കുക. ടെക്സ്റ്റ് സ്റ്റൈൽ ബോൾഡാക്കി കൊടുക്കുക. കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കുറേ പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതെല്ലാം പഠിക്കുക. ആൻഡ്രോയിഡ് കോളൻ ലേഔട്ട് അണ്ടർസ്കോർ വിഡ്ത്ത്, ആൻഡ്രോയിഡ് കോളൻ ലേഔട്ട് അണ്ടർസ്കോർ ഹൈറ്റ്, ആൻഡ്രോയിഡ് കോളൻ ടെക്സ്റ്റ്, ലേഔട്ട് ഗ്രാവിറ്റി, ലേഔട്ട് മാർജിൻ ടോപ്പ്, ടെക്സ്റ്റ് സൈസ്, ടെക്സ്റ്റ് സ്റ്റൈല്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ ഇതിലേക്ക് പുതിയ ആക്ടിവിറ്റിയിലേക്ക് വന്ന ആക്ടിവിറ്റി 2 എന്നാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. നമുക്കറിയാം പുതിയ ആക്ടിവിറ്റിയിലേക്ക് വന്നു. അതിന് വേണ്ടി മാത്രമാണ് ഇവിടെ ആക്ടിവിറ്റി 2 എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് ഫീൽഡ് അവിടെ വെച്ചു. അത്രയേ ഉള്ളൂ. തൽക്കാലം നമുക്ക് ഈ ആക്ടിവിറ്റിയിൽ ഇത് മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇനി എന്ത് പറഞ്ഞു കൊടുക്കാം? നമ്മുടെ ജാവ സെക്കൻഡ് ആക്ടിവിറ്റി ഡോട്ട് ജാവയിൽ എന്ത് പറയാം? അതിൻ്റെ ഡിസൈൻ ഏതാണെന്ന് പറഞ്ഞു കൊടുക്കണം. അതെന്താണ്? സെറ്റ് കണ്ടൻറ്റ് വ്യൂ എന്നുള്ളതാണ് ആ ഫങ്ഷൻ. അവിടെ ആർ ഡോട്ട്, ഒന്ന് മറന്നു പോകരുത്, ID ആർ ഡോട്ട് ലേഔട്ട് ലേഔട്ടിൽ ഏതാണ്? ഇപ്പോൾ രണ്ടും കാണിക്കും. ആക്ടിവിറ്റി സെക്കൻഡ് ഉണ്ട്, ആക്ടിവിറ്റി മെയിനും ഉണ്ട്. ഇത് നമ്മുടെ സെക്കൻഡ് ആക്ടിവിറ്റി ആയതുകൊണ്ട് നമ്മൾ ആക്ടിവിറ്റി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ, അതായത് ഇതാണ് നമ്മുടെ XML ഫയൽ. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആക്ടിവിറ്റി, ഈ ഡിസൈൻ ആക്ടിവിറ്റി 2 എന്നുള്ളതാണ് അതിൻ്റെ ഡിസൈൻ ഫയൽ. ആക്ടിവിറ്റി സെക്കൻഡായിട്ട് അതിനെ സെറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ആക്ടിവിറ്റി അതിൻ്റെ എന്താണ് XML ഡിസൈൻ ഫയലും വന്നു, എൻ്റെ ജാവ ഫയലും വന്നു. ഇതാണ് അതിൻ്റെ ഡിസൈൻ ഫയൽ, ഇതതിൻ്റെ ജാവ ഫയൽ, രണ്ടും വന്നു. ഇപ്പോഴും ഈ ആക്ടിവിറ്റി നമ്മുടെ ആപ്പിൻ്റെ പാർട്ടായിട്ടില്ല. അതിനെന്ത് വേണം? അതിന് നമ്മൾ ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് എന്നുള്ള ഫയൽ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് പുതിയൊരു ആക്ടിവിറ്റി ആയിട്ട് അതിനെ ചേർക്കണം. ഇപ്പോൾ ഓൾറെഡി ഉള്ള ആക്ടിവിറ്റിയുടെ പേര് ഇവിടെ നിങ്ങൾക്ക് കാണാം. ആക്ടിവിറ്റി ഉണ്ടോ? ഈ ആക്ടിവിറ്റി ഡോട്ട് മെയിൻ ആക്ടിവിറ്റി എന്നുള്ളതും അതിൻ്റെ ഇൻഡെക്സ് ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. ഇതുകൂടാതെ നമ്മൾ പുതിയൊരു ആക്ടിവിറ്റി ആയിട്ട് ഇതിനെ ചേർക്കുക. ആക്ടിവിറ്റി നെയിം എന്താണ്? ഡോട്ട് സെക്കൻഡ് ആക്ടിവിറ്റി, അത് കൊടുക്കുക. അപ്പോൾ ആക്ടിവിറ്റിയും അതിൻ്റെ ക്ലോസിങ്ങും. ഇവിടെ നമുക്ക് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഇത് രണ്ടായിട്ട് കൊടുത്താൽ എന്താ? ഇവിടെ ഇതിൻ്റെ ഇടയിൽ ഒരു ഇൻഡെക്സ് ഫിൽറ്റർ വേണം. അതിൻ്റെ അത് ഇതിൻ്റെ പർപ്പസും അല്ലെങ്കിൽ ആക്ഷനും കാറ്റഗറിയൊക്കെ പറഞ്ഞു കൊടുക്കണം. പക്ഷേ ഇത് നമ്മൾ സാധാരണ ഒരു ആക്ടിവിറ്റി ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഇവിടെ ഇതിൻ്റെ ഇടയിൽ ഒന്നും കണ്ടൻ്റ് ഒന്നും വേണ്ട. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്താൽ ഈ പറഞ്ഞ ആക്ടിവിറ്റി നമ്മുടെ ആപ്പിൻ്റെ പാർട്ടായിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയാൽ കാണാം അതിൻ്റെ അകത്ത് ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് എന്നുള്ള ഫയലുണ്ട്. ജാവയുടെ അകത്ത് മെയിൻ ആക്ടിവിറ്റി, സെക്കൻഡ് ആക്ടിവിറ്റീൻ്റെ ഉണ്ട്. ജാവ ക്ലാസ്സുകളുണ്ട്. റിസോഴ്സിൽ ലേഔട്ടിൽ വന്നു കഴിഞ്ഞാൽ ആക്ടിവിറ്റി മെയിൻ ഡോട്ട് XML, ആക്ടിവിറ്റി സെക്കൻഡ് ഡോട്ട് XML, ഇങ്ങനെ രണ്ട് ഡിസൈൻ ഫയലുണ്ട്. അപ്പോൾ അത് രണ്ട് ആക്ടിവിറ്റീസ് ഉള്ള ഒരു ആപ്പായിട്ട് ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ആക്ടിവിറ്റിയിൽ ആക്ടിവിറ്റി 1 എന്ന് എഴുതിയിട്ടുണ്ടാവും. ഗോ ടു ആക്ടിവിറ്റി 2 എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഡിസൈൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ രണ്ടാമത്തെ ഉണ്ട്. അതിൽ ആക്ടിവിറ്റി 2 എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ഫീൽഡ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിലേക്ക് വന്നാൽ ആക്ടിവിറ്റി 2 എന്നുള്ളത് കാണുമ്പോൾ നമുക്ക് സെക്കൻഡ് ആക്ടിവിറ്റിയിൽ വന്നു അറിയണം. അത്രയേ ഉള്ളൂ. തൽക്കാലം അത് മാത്രമേ പർപ്പസ് ഉള്ളൂ. ഇതിൻ്റെ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് നമ്മൾ പുറകെ ചെയ്യും. ഇപ്പോൾ തൽക്കാലം ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത്രയും വെച്ചിട്ടൊന്ന് റൺ ചെയ്ത് നോക്കാം. അതായത് നമ്മൾ എമുലേറ്റർ ഒന്ന് ഓൺ ആക്കുക.
അത് റണ്ണിങ് ആയാൽ നമുക്ക് പതുക്കെ ഈ ആപ്പ് അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല, 2 ആക്ടിവിറ്റി ഉണ്ടെന്നേ ഉള്ളൂ. സെക്കൻഡ് ആക്ടിവിറ്റി ഒരിക്കലും അതിലേക്ക് പോകാനുള്ള കോഡ് നമ്മൾ എഴുതിയിട്ടില്ല. എന്താണ് ഫസ്റ്റ് ആക്ടിവിറ്റി? നിങ്ങളിവിടെ നോക്കിയാൽ കാണാം, ഫസ്റ്റ് ആക്ടിവിറ്റി മെയിൻ, അതിൻ്റെ അത് ഗോ ടു ആക്ടിവിറ്റി 2 എന്ന് പറഞ്ഞിട്ട് ബട്ടൺ വെച്ചിട്ടേ ഉള്ളൂ. ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ക്ലിക്ക് ചെയ്യുമ്പോഴാണ് സെക്കൻഡ് ആക്ടിവിറ്റിയിലേക്ക് പോകേണ്ടത്. അതെന്താ നമ്മൾ എഴുതിയിട്ടില്ല. ജസ്റ്റ് ഇപ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളത് മാത്രം നമുക്കൊന്ന് നോക്കാം. വേറെ എന്തെങ്കിലും എറർ ഉണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഒരിക്കൽ ഗ്രാഡിൽ ബിൽഡ് അത് റൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത മോഡിഫിക്കേഷനൊക്കെ കുറച്ചുകൂടെ സ്പീഡിൽ നടക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും ഇപ്പോൾ എന്താ സംഭവിക്കുക. ഈ ഒരു ആക്ടിവിറ്റി മാത്രം, മെയിൻ ആക്ടിവിറ്റി മാത്രം വന്നിട്ട് അവിടെ നിൽക്കും. ക്ലിക്ക് ചെയ്താലും ഒന്നും സംഭവിക്കും. ക്ലിക്ക് ചെയ്ത് എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മളിവിടെ ഇതിനകത്ത് എഴുതി കൊടുക്കണം ഓൺ ക്ലിക്ക് അല്ലേ. ഒന്നുകിൽ ഇവിടെ ഓൺ ക്ലിക്ക് എന്നുള്ള ആട്രിബ്യൂട്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ അവിടെ ഓൺ ക്ലിക്ക് ലിസണർ അല്ലേ, അത് വെച്ചിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തൊക്കെ നമ്മൾ ചെയ്യണം. അതൊന്നും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇപ്പോൾ മെയിൻ ആക്ടിവിറ്റി മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇപ്പോഴും അത് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്രാഡിൽ ബിൽഡ് റണ്ണിങ് ഫസ്റ്റ് ടൈം കുറച്ച് സമയം എടുക്കും. അത് കഴിഞ്ഞാൽ അതിൽ പിന്നീട് വരുന്ന മോഡിഫിക്കേഷൻസ് ഒന്നും ഇത്രയധികം സമയം എടുക്കില്ല. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഇതിൽ വരുന്ന കണ്ടൻസൊക്കെ ഒന്ന് നോക്കുക. ടെക്സ്റ്റ് വ്യൂ, ഇതാണ് ആദ്യം പറയുന്ന ടെക്സ്റ്റ് വ്യൂ. ഇത്രയും ഭാഗം അതിൻ്റെ അകത്ത് എന്തൊക്കെ കൊടുത്തു, സാധാരണ കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെ. ലേഔട്ട്, വിഡ്ത്ത്, ഹൈറ്റ്, ടെക്സ്റ്റിൻ്റെ ഗ്രാവിറ്റി, മാർജിൻ, ടോപ്പ്, ടെക്സ്റ്റ് സൈസ്, ടെക്സ്റ്റ് സ്റ്റൈല്. രണ്ടാമത് ഇതിൽ ബട്ടൺ, ഈ ബട്ടണാണ് അടുത്ത എലമെൻറ്റ്. അതോടെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണാം. അതിൻ്റെ അകത്ത് നമ്മൾ സാധാരണ കൊടുക്കുന്നു കുറച്ച്. ഇതിൽ പുതിയതായിട്ട് ഇപ്പോൾ കണ്ടത് ഈ മാർജിൻ എൻഡും മാർജിൻ സ്റ്റാർട്ടുമാണ്. മാർജിൻ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷൻ ഈ സ്ക്രീനിനകത്ത്. അതെന്തുകൊണ്ട് അങ്ങനെ വന്നതെന്ന് വെച്ചാൽ നമ്മൾ വിഡ്ത്ത് കൊടുത്തത് മാച്ച് പാരൻറ്റുമായിട്ട് മാച്ച് ചെയ്യുന്ന വിഡ്ത്ത്, അത് കണ്ടൻ്റ് അല്ല. കണ്ടൻറ്റ് എത്ര ഉണ്ടെങ്കിലും ബട്ടണ് ഫുൾ പാരൻറ്റ് വിരിഞ്ഞ് നിൽക്കുക എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ചെറിയൊരു ഗ്യാപ്പ് രണ്ട് സൈഡിലും കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ മാർജിൻ എൻഡും മാർജിൻ സ്റ്റാർട്ടും കൊടുത്തത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഗ്രാഡിൽ ബിൽഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് സ്ക്രീനൊന്ന് എടുത്ത് നോക്കാം. ഓക്കെ, അതവിടെ വന്നിട്ടുണ്ട്. ആക്ടിവിറ്റി 1 ഓപ്പൺ ആയിട്ടുണ്ട്. മൾട്ടി ആക്ടിവിറ്റി ആപ്പ് എന്നുള്ള പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്, പക്ഷേ ക്ലിക്ക് ചെയ്തത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. ഓക്കെ, ഇനി അത് നമ്മളിനി എഴുതാൻ പോകുന്നേ ഉള്ളൂ. നമുക്കത് എഴുതാം. സ്റ്റോപ്പ് ചെയ്തേക്കാം. ഇനി ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് ചെയ്യേണ്ടത് ഈ ആക്ടിവിറ്റി 2 എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് ആക്ടിവിറ്റിയിലേക്ക് പോകണം. അതാണ് മെയിനായിട്ട് പഠിക്കാനുള്ള കോഡ്. അപ്പോൾ ഇതിൽ നമ്മൾ തൽക്കാലം എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഓൺ ക്ലിക്ക് എന്നുള്ള ആട്രിബ്യൂട്ട് വെച്ചിട്ട് ചെയ്യാം. അത് മറ്റേ രീതിയിൽ ചെയ്യുന്നത് നിങ്ങൾ ട്രൈ ചെയ്യുക. അത് നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് ഞാൻ തരാണ്. എങ്ങനെ ഓൺ ക്ലിക്ക് ലിസണർ വഴി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. അപ്പോൾ തൽക്കാലം ഓൺ ക്ലിക്ക് എന്നുള്ള ആട്രിബ്യൂട്ട്, ഈ ആട്രിബ്യൂട്ടിൽ അവിടെ എന്താ കൊടുക്കേണ്ടത്? അവിടെ നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്? ഇത് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യാനുള്ള ആ മെത്തേഡിൻ്റെ പേര്. മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫങ്ഷൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഞാൻ അതിനൊരു പേര് കൊടുക്കുകയാണ്. സ്റ്റാർട്ട് ആക്ടിവിറ്റി 2. സ്റ്റാർട്ട് ആക്ടിവിറ്റി 2 എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന് പേര് കൊടുക്കും. ഓക്കെ, അതായത് ഓൺ ക്ലിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ആക്ടിവിറ്റി 2 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വർക്ക് ചെയ്യണം. ഇപ്പോൾ ഇവിടെ റെഡ് കളറിൽ കാണിച്ചു എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു മെത്തേഡ് എഴുതിയിട്ടില്ല, അങ്ങനെ ഒരു ഫംഗ്ഷൻ എഴുതിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ക്ലിക്ക് ചെയ്താൽ ക്രിയേറ്റ് സ്റ്റാർട്ട് ആക്ടിവിറ്റി കണ്ട ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യണമെന്നില്ല, നേരെ വന്നിട്ട് നമ്മുടെ മെയിൻ ആക്ടിവിറ്റിയിലാണല്ലോ ഈ ഡിസൈൻ. എവിടെയാണ് നമ്മൾ കണ്ടത്? ബട്ടൻ്റെ ഡിസൈൻ ഇരിക്കുന്നത് എവിടെയാണ്? ബട്ടൺ ഡിസൈൻ ഇരിക്കുന്നത് ഇതല്ല, ആക്ടിവിറ്റി മെയിൻ അല്ലേ. ആക്ടിവിറ്റി മെയിൻ എന്നുള്ള XML ഫയലാണ് ബട്ടൺ ഇരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റാർട്ട് ആക്ടിവിറ്റി 2 എന്നുള്ളത് എവിടെയാണ് വരേണ്ടത്? ഇതുമായി ബന്ധപ്പെട്ട ജാവ ഫയൽ മെയിൻ ആക്ടിവിറ്റി .java. ഓക്കെ, ഞാനത് ഇവിടെ കൊണ്ടുവന്നു. സെക്കൻഡ് മെയിൻ ആക്ടിവിറ്റി മെയിൻ ആക്ടിവിറ്റി .java ആ ഫയലിൽ
നമുക്കത് ചേർക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ കോഡ് നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ആ ഫംഗ്ഷൻ്റെ കോഡ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. കണ്ടൻറ്റ് ഉള്ളിലെ കണ്ടൻറ്റ് വന്നിട്ടില്ല, ജസ്റ്റ് അതിൻ്റെ സ്കെൽട്ടൺ അവിടെ വന്നിട്ടുണ്ട്. സ്റ്റാർട്ട് ആക്റ്റീവ് പബ്ലിക് ആയിരിക്കണം, വോയിഡ് ശ്രദ്ധിക്കുക നിങ്ങൾ കേട്ടോ. നിങ്ങൾ എഴുതുമ്പോൾ പബ്ലിക് ആയിരിക്കണം, വോയിഡ് ആയിരിക്കണം, റിട്ടേൺ ടൈപ്പ്. ഫംഗ്ഷൻ്റെ പേര് നമ്മൾ അവിടെ കൊടുത്ത് അതേ പേര് സ്റ്റാർട്ട് ആക്ടിവിറ്റി 2. പാരാമീറ്റർ ആയിട്ട് ഒരു വ്യൂ എലമെൻറ്റ് ഒബ്ജക്റ്റ്, വ്യൂവിൻ്റെ ഒബ്ജക്റ്റ്. വ്യൂ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആൻഡ്രോയിഡ് ആപ്പിൻ്റെ അകത്ത് വരുന്ന സ്ക്രീനിൽ വരുന്ന എല്ലാ ഡിസ്പ്ലേ എലമെൻറ്റ്സും, ബട്ടൺ ആയാലും ടെക്സ്റ്റ് വ്യൂ ആയാലും എന്ത് മെനു ആയാലും എന്ത് സമയം പഠിക്കാൻ പോകുന്ന എല്ലാം വ്യൂ എന്ന് പറഞ്ഞതിൻ്റെ സബ് ക്ലാസ്സാണ്. ഓക്കെ, അപ്പോൾ അത് പാരാമീറ്ററായിട്ട് വരുന്നു. ഇവിടെ നമുക്ക് ഇനി ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഏത് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴേ ഇങ്ങോട്ട് വരുന്നത് ഈ ആക്ടിവിറ്റി മെയിൻ ഡോട്ട് ഇതിൽ സ്റ്റാർട്ട് ആക്ടിവിറ്റി 2 എന്നുള്ള ഇത് വരുന്നത് ഗോ ടു ആക്ടിവിറ്റി 2 എന്ന് പറഞ്ഞാൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ, അതായത് സെക്കൻഡ് ആക്ടിവിറ്റിയിലേക്ക് പോകണമെങ്കിൽ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസിൻ്റെ ഒബ്ജക്റ്റാണ്. ഇൻറ്റൻറ്റ് ഞാൻ അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് IN ഈക്വൽ ടു, നമ്മളെങ്ങനെ ഇതിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കുക, ന്യൂ ഇൻറ്റൻറ്റ്. ഇവിടെ നമ്മൾ ഇതെന്തിനുള്ള ഈ ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഒബ്ജക്റ്റ് ഈ ക്ലാസ് ഉപയോഗിക്കും, പല പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. അതിലൊന്നാണ് ഒരാക്ടിവിറ്റിയിൽ നിന്ന് വേറൊരു ആക്ടിവിറ്റിയിലേക്ക് കൺട്രോൾ കൊണ്ടുപോകാമെന്നുള്ളത്. ഇതിൻ്റെ കൂടെ ഡാറ്റയും വഹിച്ചുകൊണ്ട് പോകാനും ഈ ഇൻറ്റൻറ്റ് നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഇൻറ്റൻറ്റ് പല പല കാര്യങ്ങൾക്ക് നമ്മൾ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ഉപയോഗിക്കും. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ മെയിൻ ആക്ടിവിറ്റിയിൽ നിന്ന് സെക്കൻഡ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞതിലേക്ക് കൺട്രോൾ പോകണം, അങ്ങോട്ട് പാസ് ചെയ്ത് പോകണം, കൺട്രോൾ അങ്ങോട്ട് പോകണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അതിൻ്റെ 2 പാരാമീറ്റേഴ്സ് അവിടെ കൊടുക്കാറുണ്ട്. ഒന്ന് ഈ എന്താണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ്, മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ദിസ് കോമ. രണ്ടാമത് പറയുന്നത് എങ്ങോട്ടാണ് ഡെസ്റ്റിനേഷൻ, സോഴ്സും ഡെസ്റ്റിനേഷൻ എന്ന് വിചാരിച്ചാൽ മതി. സോഴ്സ് എവിടെയാണ്, മെയിൻ ആക്ടിവിറ്റി. പോകേണ്ടത് എങ്ങോട്ടാണ്, സെക്കൻഡ് ആക്ടിവിറ്റി ഡോട്ട് ക്ലാസ് എന്ന് പറയണം. ശ്രദ്ധിക്കുക കേട്ടോ, ഡോട്ട് ക്ലാസ് എന്ന് വേണം നമ്മളത് പറയാൻ. സെക്കൻഡ് ആക്ടിവിറ്റി ഡോട്ട് ക്ലാസ്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ഇൻറ്റൻറ്റിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കി. അതായത് ഈ ഇൻറ്റൻറ്റ് ഞാൻ പറഞ്ഞു, ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഇതിലുണ്ട്, ജാവയിലുണ്ട്. അത് പല പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. അതിലൊന്നാണ് ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് വേറെ ആക്ടിവിറ്റിയിലേക്ക് കൺട്രോൾ കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഒബ്ജക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ക്ലാസ്സാണ്. അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, IN എന്നാണ് അതിന് ഒബ്ജക്റ്റിന് പേര് കൊടുത്തത്. ന്യൂ ഇൻറ്റൻറ്റോ അതിന് 2 പാരാമീറ്റേഴ്സ് കൊടുക്കണം. ഒന്ന് കോണ്ടെക്സ്റ്റ്, എവിടെ നിന്ന്, അതായത് എവിടെ നിന്നാണ് നമ്മൾ ഇൻറ്റൻറ്റ് പുറപ്പെടുന്നത്. പിന്നെ സെക്കൻഡ് വരുന്നത് എവിടേക്ക്, ഡെസ്റ്റിനേഷൻ. സെക്കൻഡ് ആക്ടിവിറ്റി ഡോട്ട് ഡെസ്റ്റിനേഷൻ പറയുമ്പോൾ ക്ലാസ് എന്ന് പറയണം. ഇതാണെങ്കിൽ ദിസ് പറഞ്ഞാൽ മതി. വെറുതെ ദിസ് എന്ന് പറഞ്ഞാലും വർക്ക് ചെയ്യും, നിങ്ങൾ നോക്കുക. പക്ഷെ സാധാരണ ഇത് പലയിടത്തും കോഡ് കാണുന്നത് മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ദിസ് എന്ന ഇതാണ്. വെറുതെ ദിസ് എന്ന് പറഞ്ഞാലും വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, തൽക്കാലം ഞാൻ മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ദിസ് എന്ന് തന്നെ യൂസ് ചെയ്യുകയാണ്. ഈ യൂസ് പഠിച്ചിരിക്കുക, ഇൻറ്റൻറ്റ് IN അതിൻ്റെ ഒരു ഒബ്ജക്റ്റ്. ഓക്കെ, ചില സ്ഥലത്തൊക്കെ അത് ഇങ്ങനെയാണ് ഉപയോഗിക്കുക, സ്മോൾ ഇൻറ്റൻറ്റ് എന്ന് തന്നെ എഴുതും. ക്യാപിറ്റൽ ലെറ്റർ I വന്നാൽ അത് ക്ലാസ് നെയിമും, സ്മോൾ ലെറ്റർ I വെച്ചുകൊണ്ട് നമുക്കപ്പോൾ ഒബ്ജക്റ്റിൻ്റെ പേരുണ്ടാക്കാം, തടസ്സമില്ല. 2 ഒരേ പേരാവാതിരുന്നാൽ മതി. അതുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കാം. ഞാൻ എളുപ്പത്തിന് വേണ്ടി IN മാത്രം യൂസ് ചെയ്യാം. അപ്പോൾ ഇൻറ്റൻറ്റ് ഒബ്ജക്റ്റ് ഉണ്ടാക്കി. ഇനി ചെയ്യേണ്ടത് സ്റ്റാർട്ട് ആക്ടിവിറ്റി. സ്റ്റാർട്ട് ആക്ടിവിറ്റി എന്നുള്ള ഈ ഫംഗ്ഷൻ വിളിക്കുക. അതിൻ്റെ അകത്ത് പാരാമീറ്ററായിട്ട് ഈ ഇൻറ്റൻറ്റ് പാസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയും ചെയ്താൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്നത് സ്റ്റാർട്ട് ആക്ടിവിറ്റി 2 എന്ന് പറഞ്ഞ ഈ മെത്തേഡിനകത്ത് വരും. ആ മെത്തേഡിനകത്ത് എന്താ ചെയ്യുന്നത്, മെയിൻ ആക്ടിവിറ്റിയിൽ നിന്ന് സെക്കൻഡ് ആക്ടിവിറ്റിയിലേക്ക് പോകാൻ വേണ്ടി പാകത്തിലുള്ള ഒരു ഇൻറ്റൻറ്റിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നു. അതിൻ്റെ പേര് IN എന്ന് കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് ഒരു മെത്തേഡിനെ കോൾ ചെയ്യുക, സ്റ്റാർട്ട് ആക്ടിവിറ്റി ബ്രാക്കറ്റിനകത്ത് IN. ഇത്രയും പറഞ്ഞാൽ അത് സെക്കൻഡ് ആക്ടിവിറ്റിയിലേക്ക് കൺട്രോൾ പോകും. അപ്പോൾ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെയിൻ ആക്ടിവിറ്റിയിലെ കോഡ് ഇതാണ്. ഗോ ടു ആക്ടിവിറ്റി 2 എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. ആക്ടിവിറ്റി 1 എന്ന് വെറുതെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് ടെക്സ്റ്റ് വ്യൂവിൽ.
ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൺ ക്ലിക്കിൽ സ്റ്റാർട്ട് ആക്ടിവിറ്റി 2 എന്നുള്ള മെത്തേഡ് വർക്ക് ചെയ്യും. അപ്പോൾ മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ജാവയുടെ കോഡ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സ്റ്റാർട്ട് ആക്ടിവിറ്റി 2 എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട്. അതിനകത്ത് ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ക്ലാസിൻ്റെ ഇൻറ്റൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്തോ ചെയ്യാൻ പോകുന്നു അല്ലേ. അപ്പോൾ പല ഉദ്ദേശങ്ങൾ പല ഇൻറ്റൻഷനിൽ ഉപയോഗിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ക്ലാസ്സാണ് ഇൻറ്റൻറ്റ്. ഇപ്പോൾ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് വേറെ ആക്ടിവിറ്റിയിലേക്ക് കൺട്രോൾ പാസ് ചെയ്യാൻ വേണ്ടി ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നു IN. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൺസ്ട്രക്ടറിൽ 2 പാരാമീറ്റർ നമ്മൾ പാസ് ചെയ്യണം അല്ലേ. ന്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിക്കുന്നത് എന്താണ്, ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞ ക്ലാസിൻ്റെ കൺസ്ട്രക്ടറാണ്, പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ അല്ലേ. CPP നിങ്ങൾ പഠിച്ചതാണ് ഇതൊക്കെ. അപ്പോൾ അതിൽ 2 പാരാമീറ്റർ ഉണ്ട്. അതിൽ ആദ്യത്തെ പാരാമീറ്റർ ഇങ്ങനെ ചിന്തിക്കുക, ആദ്യത്തേത് സോഴ്സും രണ്ടാമത്തെ ഡെസ്റ്റിനേഷനും കഴിഞ്ഞു. സോഴ്സ് പറയുമ്പോൾ ആ ക്ലാസ് നെയിം ഡോട്ട് ദിസ് എന്ന് പറയണം, അല്ലെങ്കിൽ വെറുതെ ദിസ് എന്ന് പറഞ്ഞാലും വർക്ക് ചെയ്യുന്നുണ്ട്, നോക്കാം നമുക്കത്. ഓക്കെ, കോമ സെക്കൻഡ് പറയുമ്പോൾ രണ്ടാമത് പറയുന്ന പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ എവിടേക്കാണ് കൺട്രോൾ പോകേണ്ടത്. സെക്കൻഡ് ആക്ടിവിറ്റി ഡോട്ട് ക്ലാസ്, അവിടെ പറയുമ്പോൾ ഡോട്ട് ക്ലാസ് എന്ന് വേണം, ക്ലാസ് നെയിം വേണം പറയാനായിട്ട്. അവിടേക്ക് കൺട്രോൾ പാസ് ചെയ്ത് പോകുന്ന ഒരു ഇൻറ്റൻറ്റ് ഉണ്ടാക്കി. അത്രയും മാത്രം ചെയ്താൽ പോരാ, അത് കഴിഞ്ഞ് സ്റ്റാർട്ട് ആക്ടിവിറ്റി എന്നുള്ളൊരു ഫംഗ്ഷൻ മെത്തേഡിനെ കോൾ ചെയ്യണം. അതിൽ പാരാമീറ്ററായിട്ട് ഈ ഇൻറ്റൻറ്റ് IN ഒബ്ജക്റ്റിനെ പാസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ എവിടെ എറർ കാണുന്നില്ല, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് ഫസ്റ്റ് ലോഞ്ചർ ആക്ടിവിറ്റി ആദ്യം വരണം, ഈ പറഞ്ഞ ആക്ടിവിറ്റി 1. ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ സെക്കൻഡ് ആക്ടിവിറ്റി 2 എന്നുള്ളതിൽ പോകണം. സെക്കൻഡ് ആക്ടിവിറ്റിയുടെ കോഡ് അല്ലെങ്കിൽ ഡിസൈൻ ഇതാണ്, ഇത്രയേ ഉള്ളൂ. എന്താണ് സെക്കൻഡ് ആക്ടിവിറ്റിയിൽ എന്ത് മാത്രമേ ഉള്ളൂ, ആക്ടിവിറ്റി 2 എന്ന് പറഞ്ഞിട്ടൊരു സ്ക്രീൻ, ഒരു ടെക്സ്റ്റ് വ്യൂ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റാൾ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ലോഞ്ചിങ് ആക്ടിവിറ്റി ലോഞ്ചായി. ആക്ടിവിറ്റി 1 എന്ന് ഡിസ്പ്ലേ ഉണ്ട്, ഗോ ടു ആക്ടിവിറ്റി 2. ഇതിൽ ക്ലിക്ക് ചെയ്താൽ എന്താ സംഭവിക്കുക നോക്കാം. ക്ലിക്ക് ചെയ്തപ്പോൾ നേരെ ആക്ടിവിറ്റി 2ലേക്ക് കൺട്രോൾ പാസ് ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്ന് ആദ്യം ഫസ്റ്റ് പഠിക്കുന്നത്, ഒന്നിലധികം ആക്ടിവിറ്റി ഉള്ള ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, അത് മാത്രമല്ല ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് വേറെ ആക്ടിവിറ്റിയിലേക്ക് കൺട്രോൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ബാക്ക് ബട്ടൺ അടിച്ചാൽ എന്താ പറയുക തിരിച്ചു വരും നോർമലി അല്ലേ. അതല്ലാതെ നമുക്ക് പഴയ ഇതിലേക്ക് പോകാനുള്ളൊരു ഇത് കൂടി നമുക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കുക. അപ്പോൾ ഇവിടെ ആക്ടിവിറ്റി 1 എന്ന് പറഞ്ഞ ടെക്സ്റ്റ് വ്യൂ ഉണ്ട്, അതിനകത്തൊരു ബട്ടൺ വെച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ആക്ടിവിറ്റി 2ലേക്ക് പോകുന്നു. ഓക്കെ, നമ്മൾ എഴുതിയ അത്രയും സക്സസ് ആണ്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ഒന്നുകൂടെ നോക്കാം. മെയിൻ ആക്ടിവിറ്റിയിൽ എന്തുണ്ടായിരുന്നു, ഒരു ടെക്സ്റ്റ് വ്യൂ ഉണ്ട്, ഒരു ബട്ടൺ ഉണ്ട്. ബട്ടൻ്റെ ഓൺ ക്ലിക്കിൽ എന്ത് പറഞ്ഞു, സ്റ്റാർട്ട് ആക്ടിവിറ്റി 2 എന്നുള്ളൊരു മെത്തേഡിൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ അതെവിടെ വേണം, ഇത് ആക്ടിവിറ്റി മെയിൻ ഡോട്ട് XML ആണെങ്കിൽ മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ജാവയിൽ ആ ഫംഗ്ഷൻ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് ഫയൽ അല്ലേ, ഏത് ആക്ടിവിറ്റിയിലാണോ ഡിസൈൻ ഫയലിലാണോ നമ്മൾ ഓൺ ക്ലിക്ക് പറഞ്ഞ് അതിൻ്റെ ക്ലാസ് ഫയലിൽ ആ മെത്തേഡ് വേണം. അത് നമ്മൾ എഴുതി പബ്ലിക് വോയിഡ് സ്റ്റാർട്ട് ആക്ടിവിറ്റി 2 എന്ന് തന്നെ പേര് കൊടുത്തു. പാരാമീറ്ററായിട്ട് വ്യൂ ഒബ്ജക്റ്റ് നിർബന്ധമായും വേണം, അതില്ലാതെ എഴുതരുത്, പാരാമീറ്റർ ഇല്ലാതെ. അങ്ങനെ എഴുതിയില്ലെങ്കിൽ ആ ഓൺ ക്ലിക്കിൻ്റെ മെത്തേഡായിട്ട് ഇത് മാറില്ല. ഓൺ ക്ലിക്കിൻ്റെ മെത്തേഡ് ഓൺ ക്ലിക്ക് ആട്രിബ്യൂട്ടിൽ പറയുന്ന മെത്തേഡ് നമ്മളവിടെ പേര് മാത്രമേ പറയുന്നുള്ളൂ അല്ലേ, ബ്രാക്കറ്റ് പോലും ഇടുന്നില്ല സ്റ്റാർട്ട് ആക്ടിവിറ്റി 2, കാരണം അത് ഡീഫോൾട്ട് ഓൾറെഡി ഡിഫൈൻഡ് ആണ്. ഫംഗ്ഷൻ്റെ പേര് പാരാമീറ്ററായിട്ട് വ്യൂ ഒബ്ജക്റ്റ് അല്ലേ. നമ്മൾ കഴിഞ്ഞ ഇതിൽ കണ്ടു എങ്ങനെ പല ബട്ടൺ ഉള്ളതിൽ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അവിടെ ഈ വ്യൂ ഒബ്ജക്റ്റിന് കാര്യമുണ്ട്. വ്യൂ ഒബ്ജക്റ്റിൻ്റെ ഏത് ബട്ടണാണോ ക്ലിക്ക് ചെയ്യുന്നത് അതാണ് ഇവിടെ വ്യൂവിൽ ഒബ്ജക്റ്റായിട്ട് നമുക്കിവിടെ കിട്ടുക. അപ്പോൾ അതിൻ്റെ ഐഡിയ ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഏത് ഫംഗ്ഷൻ എന്ത് ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കാം. അപ്പോൾ അത് അറിയാം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മെത്തേഡ് എഴുതി അത് ചെയ്തത് എന്താണെന്ന് നോക്കാം. ഇവിടെ മെയിനായിട്ട് പഠിക്കേണ്ടത് ഈ 2 ആണ്. ഒരു ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ്. ഇപ്പോൾ ഇൻറ്റൻറ്റിൻ്റെയൊക്കെ ഇതിവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും കണ്ടോ, കണ്ടൻറ്റ് ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സൊക്കെ ഇവിടെ ഓട്ടോമാറ്റിക് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ കോഡ് എഴുതുമ്പോൾ പഠിക്കുക. ഇതും കൂടെ ടിക്ക് ചെയ്ത് എടുത്തിട്ട് വേണം നിങ്ങൾ കോഡ് എഴുതാൻ. ആൻഡ്രോയിഡ് ഡോട്ട് കണ്ടൻറ്റ് ഡോട്ട് ഇൻറ്റൻറ്റ് ആൻഡ്രോയിഡ് ഡോട്ട് OS ഡോട്ട് ബണ്ടിൽ, ഈ ബണ്ടിൽ എവിടെ യൂസ് ചെയ്തത്, ഇവിടെ കണ്ടോ ഓൺ ക്രിയേറ്റ് എന്നുള്ളതിൽ പാരാമീറ്ററായിട്ട് ബണ്ടിൽ വരും. അപ്പോൾ അതൊക്കെ അവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഇൻറ്റൻറ്റിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുക. ഒബ്ജക്റ്റ് ഉണ്ടാക്കുമ്പോൾ 2 കാര്യങ്ങൾ പാരാമീറ്ററായിട്ട് കൺസ്ട്രക്ടറിൽ പാസ് ചെയ്ത് കൊടുക്കണം. ഒന്ന് കോൺടെക്സ്റ്റ്, എവിടെ നിന്നാണ് പോകുന്നതും ഈ ഇൻറ്റൻറ്റിനെ വിടുന്നത്. സെക്കൻഡ് എവിടേക്കാണ് കൺട്രോൾ പോകേണ്ടത്. സെക്കൻഡ് ആക്ടിവിറ്റി ഡോട്ട്
ക്ലാസ്. ഇവിടെ പറയുമ്പോൾ ഡോട്ട് ക്ലാസ് എന്നും ഇവിടെ പറയുമ്പോൾ ഡോട്ട് ദിസ് എന്നുമാണ് പറയാമെന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക. അത് മാത്രം ചെയ്താൽ പോരാ, ഒബ്ജക്റ്റ് ഉണ്ടാക്കി ഇനി അതിനെന്ത് വേണം, അത് വെച്ചുകൊണ്ട് സ്റ്റാർട്ട് ആക്ടിവിറ്റി പറയണം. സ്റ്റാർട്ട് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് ആ ഒബ്ജക്റ്റിനെ പാസ് ചെയ്ത് കൊടുക്കാൻ വരാൻ വേണ്ടിയിട്ട് ഇനി. അപ്പോൾ ഈ പറഞ്ഞ മെയിൻ ആക്ടിവിറ്റിയിൽ നിന്നും സെക്കൻഡ് ആക്ടിവിറ്റിയിലേക്ക് കൺട്രോൾ പാസ് ആവും. അത് നമ്മൾ കണ്ടു. സെക്കൻഡ് ആക്ടിവിറ്റിയിൽ ഒന്നുമില്ല, വേറെ പ്രത്യേകിച്ച് കോഡൊന്നുമില്ല, ഒരു വ്യൂ മാത്രമേ ഉള്ളൂ. അതിന് ഒരു ഓൺ ക്രിയേറ്റ് എന്നുള്ള സെക്കൻഡ് ആക്ടിവിറ്റി ഡോട്ട് ജാവ എടുത്ത് നോക്കിയാൽ ഓൺ എക്സ്റ്റൻസ് ആക്ടിവിറ്റി ഒരു ആക്ടിവിറ്റി ക്ലാസ് ആക്കി അതിനെ മാറ്റിയിട്ടുണ്ട്. ഓൺ ക്രിയേറ്റ് എന്നുള്ള മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ കാർ വിളിച്ചിട്ടുണ്ട്. കണ്ടന്റ് വ്യൂ ആയിട്ട് ഇതിനെ സെറ്റ് ചെയ്തു. വേറെ കോഡൊന്നും അതിൻ്റെ അകത്ത് വരുന്നില്ല. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇപ്പോൾ നമ്മൾ ആക്ടിവിറ്റി 2-ൽ വന്നു. ഓക്കെ, ആക്ടിവിറ്റി 2-ലേക്ക് വന്നല്ലോ. ഇപ്പോൾ ഇത് വർക്ക് ചെയ്യാൻ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇപ്പോൾ ആക്ടിവിറ്റി 2-ലാണ്. ഓക്കെ, ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇത് വന്ന് നിൽക്കുക. നമ്മൾ ഗോ ടു ആക്ടിവിറ്റി 2 എന്ന് പറയുമ്പോൾ ഇതിലേക്ക് വന്നു. തിരിച്ചു പോകാനായിട്ട് ഇവിടെ ഒരു ബട്ടൺ വെക്കണമെന്ന് വിചാരിക്കുക. ഗോ ബാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ വെച്ചാൽ അതിൻ്റെ കോഡ് അതെങ്ങനെ ആഡ് ചെയ്യാം, അതിൻ്റെ കോഡ് എന്തായിരിക്കണം അത് നിങ്ങൾ അതിൻ്റെ അകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. യൂസിങ് ഓൺ ക്ലിക്ക് ആട്രിബ്യൂട്ട് വെച്ച് തന്നെ ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് അത് മാത്രം പോരാ, പിന്നെ എന്ത് വേണം, ഓൺ ക്ലിക്ക് അല്ലാതെ ചെയ്യുന്നതും കൂടി നിങ്ങൾ ചെയ്ത് വെക്കുക, എഴുതി വെക്കുക ബുക്കിൽ കേട്ടോ. അപ്പോൾ ഇവിടെ എന്ത് വേണം, ഇവിടെ ഒരു ബട്ടൺ ആഡ് ചെയ്യണമെങ്കിൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ബട്ടൺ ആഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, അവിടെ ഒരു ബട്ടൺ ആഡ് ചെയ്യണമെങ്കിൽ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഈ ആക്ടിവിറ്റി 2 ഇതിനൊരു ബട്ടൺ ആഡ് ചെയ്യണമെങ്കിൽ എന്താ, അത് ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമുണ്ട്, അറിയാം. ഇവിടെ ഒരു ബട്ടൺ എന്ന് ഒബ്ജക്റ്റ് വെക്കുക, ലേഔട്ട് വിഡ്ത്ത്, റാപ്പ് കണ്ടൻറ്റ്, ഹൈറ്റ്, റാപ്പ് കണ്ടൻറ്റ്, അതിൻ്റെ അകത്ത് വരുന്ന ടെക്സ്റ്റ് എന്താണ്, ഞാൻ ഗോ ബാക്ക് എന്ന് വെക്കുകയാണ്. ഗോ ബാക്ക്. ഇനി അതിനൊന്ന് അലൈൻ ചെയ്യണം, സെൻറ്റർ ആക്കണം. വേണമെങ്കിൽ കുറച്ച് മാർജിൻ ടോപ്പിൽ ഇടാം. ആക്ടിവിറ്റി 2 എന്ന് എഴുതിയതിൻ്റെ ഇതുമായിട്ട് കുറച്ച് മാർജിൻ ടോപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ചെയ്യും. ഓക്കെ, ഇനി ഇതിലെന്ത് വേണം എന്ന് നിങ്ങൾ ആലോചിക്കുക. ഗോ ബാക്ക് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ തിരിച്ച് മെയിൻ ആക്ടിവിറ്റിയിലേക്ക് കൺട്രോൾ പോകണം. ഇപ്പോൾ നമ്മൾ മെയിൻ ആക്ടിവിറ്റിയിൽ നിന്ന് സെക്കൻഡ് ആക്ടിവിറ്റിയിലേക്ക് കൺട്രോൾ പോകുന്ന കോഡ് എഴുതി. അത് വെച്ചുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക എന്താണ്, ഞാനിവിടെ അതും കൂടി ചെയ്യാം. ഓൺ ക്ലിക്ക് എന്നുള്ള ആട്രിബ്യൂട്ടും കൂടി ചെയ്യാണ്. ഓൺ ക്ലിക്ക് അതിന് ഞാൻ പേര് സ്റ്റാർട്ട് ആക്ടിവിറ്റി ഞാൻ വേറെ കൊടുക്കാം. സ്റ്റാർട്ട് ആക്ടിവിറ്റി മെയിൻ എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ വെച്ചു. സ്റ്റാർട്ട് ആക്ടിവിറ്റി മെയിൻ അങ്ങനെ വെച്ചാൽ അത് ഈ സ്റ്റാർട്ട് ആക്ടിവിറ്റി മെയിൻ എന്നുള്ള കോഡ് എവിടെ എഴുതണം എന്നുള്ളത് ആലോചിക്കുക. കാരണം ഇത് ഏത് ഡിസൈനാണ്, ആക്ടിവിറ്റി സെക്കൻഡ് ഡോട്ട് XML ആണ് അതിൻ്റെ അകത്ത്. അപ്പോൾ ഈ കോഡ് ഈ സ്റ്റാർട്ട് ആക്ടിവിറ്റി മെയിൻ എന്നുള്ള ഫംഗ്ഷൻ മെത്തേഡ് എവിടെയാണ് എഴുതേണ്ടത് അത് മനസ്സിലാക്കുക. അതിൻ്റെ കണ്ടൻറ്റ് എന്തായിരിക്കണം അതും ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ഇത്രയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് തനിയെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിൽ നിന്ന് ഡാറ്റ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് മറ്റേ ആക്ടിവിറ്റിയിലേക്ക് പോയിട്ടേ ഉള്ളൂ. ഓക്കെ, ഇവിടെ എററൊന്ന് സ്റ്റാർട്ട് ആക്ടിവിറ്റി മെയിൻ ഉള്ള ഫംഗ്ഷൻ വെച്ചു. ക്രിയേറ്റ് സ്റ്റാർട്ട് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതവിടെ ക്രിയേറ്റ് ചെയ്യാം. എവിടെയായിരിക്കും ഇത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഏത് ജാവ ഫയലിലായിരിക്കും, ഈ സെക്കൻഡ് ആക്ടിവിറ്റി ഡോട്ട് ജാവയിലായിരിക്കും അതോ മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ജാവയിലായിരിക്കും, അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ കണ്ടൻറ്റ് എന്തായിരിക്കും, അതിൻ്റെ കണ്ടൻറ്റ് എന്തായിരിക്കും എന്നുള്ളത് ഈ മെയിൻ ആക്ടിവിറ്റി നേരത്തെ എഴുതിയതിൻ്റെ കണ്ടൻറ്റ് നോക്കിയാൽ മനസ്സിലാവും. എന്താണ്, ഞാൻ സ്റ്റാർട്ട് ആക്ടിവിറ്റി 2 എന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്. സ്റ്റാർട്ട് ആക്ടിവിറ്റി മെയിൻ ആക്കി വേറെ എവിടെയാണ് എഴുതേണ്ടത് അവിടെ എഴുതിയാൽ അതിൻ്റെ കണ്ടൻറ്റ് എന്തായിരിക്കും, അവിടെയും ഇത് തന്നെയല്ലേ ചെയ്യേണ്ടത്. ഇൻറ്റൻറ്റ് IN എന്നുള്ളിടത്ത് ഫസ്റ്റായിട്ട് വരുന്നത് എന്തായിരിക്കും, മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ദിസിന് പകരം വരുന്നത് എന്തായിരിക്കും, നിൽക്കുന്നത് എവിടെയാണ്, അപ്പോൾ കോൺടാക്സ്റ്റ് എവിടെയാണ്, സെക്കൻഡ് ആക്ടിവിറ്റി. അപ്പോൾ സെക്കൻഡ് ആക്ടിവിറ്റി ഡോട്ട് ദിസ് എന്ന് ഇവിടെയും വരും. ഇവിടെ എന്ത് വരും, മെയിൻ ആക്ടിവിറ്റി ഡോട്ട് പാസ് എന്നും വരും. ഓക്കെ,
അപ്പം അത് എന്നാലും ചെയ്തു നോക്കാം. ഞാനത് നിങ്ങൾക്ക് വർക്കായിട്ട് തന്നിട്ട് നിങ്ങൾ ബുക്കിൽ എഴുതി വെക്കാനല്ലേ പറ്റുള്ളൂ. ചെയ്തു നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം അത് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആക്ടിവിറ്റി സെക്കൻഡിൽ ബട്ടൺ വെച്ചു, ഗോ ബാക്ക് വെച്ചു, അതിനകത്ത് സ്റ്റാർട്ട് ആക്ടിവിറ്റി മെയിൻ. ഇതെവിടെയാണ് എഴുതേണ്ടത്? ഇത് ആക്ടിവിറ്റി സെക്കൻഡ് ഡോട്ട് XML ആയതുകൊണ്ട് എവിടെയാണ് സെക്കൻഡ് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട ജാവ കോഡ് എവിടെയാണ്? സെക്കൻഡ് ആക്ടിവിറ്റി ഡോട്ട് ജാവ. സെക്കൻഡ് ആക്ടിവിറ്റി ഡോട്ട് ജാവ അതിൻ്റെ അകത്ത് എഴുതാം. ഓൺ ക്രിയേറ്റ് എന്നുള്ള മെത്തേഡ് കഴിഞ്ഞാൽ നമുക്കിത് എഴുതാം. നമുക്കിവിടെ ക്ലിക്ക് ചെയ്താൽ എഴുതാം. നമ്മൾ നേരത്തെ കണ്ടു അല്ലേ? ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ചെയ്യാൻ പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആഡ് ചെയ്യും. പക്ഷെ അത് എപ്പോഴും അത് ചെയ്യണം, നമ്മൾ എഴുതാൻ മറന്നു പോകും. എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത് നമ്മൾ എഴുതാൻ മറന്നു പോകും. അപ്പോൾ അതുകൊണ്ട് സെക്കൻഡ് ആക്ടിവിറ്റി ഡോട്ട് ജാവയിൽ ഓൺ ക്രിയേറ്റ് മെത്തേഡ് കഴിഞ്ഞിട്ട് നമ്മൾ എഴുതാം. എന്തായിരിക്കണം അതിൻ്റെ ആക്സസ് പബ്ലിക് ആയിരിക്കണം. റിട്ടേൺ ടൈപ്പ് എന്താണ്? വോയിഡ് ആയിരിക്കണം. അതിൻ്റെ പേരെന്താണ്? സ്റ്റാർട്ട്. എന്താ പേര് കൊടുത്തത്? ആക്ടിവിറ്റി സെക്കൻഡ് ഡോട്ട് XML സ്റ്റാർട്ട് ആക്ടിവിറ്റി മെയിൻ. ഓക്കെ, സ്റ്റാർട്ട് ആക്ടിവിറ്റി മെയിൻ. അപ്പോൾ അത് എഴുതുക. ക്യാപിറ്റലായിട്ട്. ശരിക്കും ഇങ്ങനെ പേര് കൊടുക്കാൻ പാടില്ല. ജാവയിൽ ഫങ്ഷൻസിൻ്റെ അല്ലെങ്കിൽ മെത്തേഡിൻ്റെ പേര് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത് സ്മോൾ ലെറ്റർ കൊണ്ടാണ്. അപ്പോൾ അത് മാറ്റി എഴുതാം. സ്റ്റാർട്ട് ആക്ടിവിറ്റി മെയിൻ. ഓക്കെ, പാരാമീറ്റർ എന്താണ് വേണ്ടത്? വ്യൂ എന്ന് പറഞ്ഞതിൻ്റെ ഒബ്ജക്റ്റ്, അത് വി. വ്യൂ ഇവിടെ ഓൾട്ട് എൻ്റർ, അതായത് വ്യൂ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ഈ ക്ലാസ്സിൽ വന്നിട്ടില്ല. അപ്പോൾ ഓൾട്ട് എൻ്റർ അടിച്ചാൽ അത് ഇമ്പോർട്ട് ചെയ്തോളൂ. അവിടെ ഇമ്പോർട്ട് ക്ലാസ്. വ്യൂ എന്താണെന്ന് മനസ്സിലായില്ല എന്നാണ് ആ റെഡ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ക്ലാസ്സിനെ ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലായി എന്താണ് വ്യൂ. അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ അകത്ത് എന്താ വേണ്ടത്? നമ്മൾ നേരത്തെ എഴുതിയതുപോലെ ഇൻഡൻറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുക. IN ഈക്വൽ ടു ന്യൂ ഇൻഡൻറ്റ് ഓഫ് എന്താണ്? 2 പാരാമീറ്റേഴ്സ് കൊടുക്കണം അല്ലേ? നമുക്കിവിടെ വെറുതെ ദിസ് അല്ലെങ്കിൽ വേണ്ട. ഇപ്പോൾ ഏത് ആക്ടിവിറ്റിയിലാണ് നിൽക്കുന്നത്? സെക്കൻഡ് ആക്ടിവിറ്റി അല്ലേ? അപ്പോൾ സെക്കൻഡ് ആക്ടിവിറ്റി ഡോട്ട് ഇവിടെ കൊടുക്കേണ്ടത് ദിസും പോകേണ്ടത് എങ്ങോട്ടാണ്? ഇപ്പോൾ സെക്കൻഡ് ആക്ടിവിറ്റിയിൽ നിന്ന് മെയിൻ ആക്ടിവിറ്റിയിലേക്ക് പോകണം. അപ്പോൾ മെയിൻ ക്യാപിറ്റൽ M കൊടുക്കുക. മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ഇവിടെ കൊടുക്കേണ്ടത് ക്ലാസ്. ഇനി എന്ത് വേണം? ഇപ്പോൾ ഇൻഡൻറ്റ് എന്നുള്ളത് ഇവിടെ ഇത് രണ്ട് ജാവ ഫയൽ. നേരത്തെ ഉള്ള ജാവ ഫയലിൽ ഓൾറെഡി ഇമ്പോർട്ട് ചെയ്തു. ഇവിടെ ഇത് സെക്കൻഡ് ആക്ടിവിറ്റി ഡോട്ട് ജാവയാണ്. അതിൽ വന്നിട്ടില്ലാത്തതുകൊണ്ടാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഓൾട്ട് എൻ്റർ അടിച്ചാൽ ഇവിടെ ഇമ്പോർട്ട് ഉണ്ടാവും. ഇമ്പോർട്ട് എന്നുള്ളിടത്ത് ആക്ടിവിറ്റി വന്നു, ഇൻഡൻറ്റ് വന്നു നോക്കും. ഓക്കെ, അപ്പോൾ ഇൻഡൻറ്റ് അവിടെ ക്രിയേറ്റഡ് ആയി. ഇനി ഇവിടെ എന്ത് വേണം? ഇൻഡൻറ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. എവിടെ നിന്ന് എങ്ങോട്ട് പോകേണ്ടത്? സെക്കൻഡ് ആക്ടിവിറ്റിയിൽ നിന്നും സെക്കൻഡ് ആക്ടിവിറ്റി ഡോട്ട് ദിസിൽ നിന്നും മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ക്ലാസ്സിലേക്ക് പോകാനുള്ള ഇൻഡൻറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഇവിടെ സ്റ്റാർട്ട് ആക്ടിവിറ്റി ബാക്കെൻഡിനകത്ത് IN. പ്രശ്നം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ആക്ടിവിറ്റി മെയിൻ എന്നുള്ളത് എവിടെയാണ്? സ്റ്റാർട്ട് ആക്ടിവിറ്റി മെയിൻ. ഞാനിത് സ്മോൾ ലെറ്റർ ആക്കുകയാണ്. യെസ്, സ്മോൾ ലെറ്റർ ആക്കിയാൽ ഇവിടെയും വന്നിട്ട് ഞാൻ എന്താക്കണം? അത് സ്മോൾ ലെറ്റർ ആക്കണം. അതുപോലെ തന്നെ ആദ്യത്തേതിൽ മെയിൻ ആക്ടിവിറ്റിയിൽ സ്റ്റാർട്ട് ആക്ടിവിറ്റി 2 എന്നുള്ളത് പകരം ഞാൻ S സ്മോൾ ലെറ്റർ. കാരണം അങ്ങനെയാണ് അതിൻ്റെ രീതി. ജാവയിൽ മെത്തേഡ് നെയിമുകൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്ററിലായിരിക്കും. സെക്കൻഡ് വേർഡ് തുടങ്ങിയുള്ള എല്ലാ വേർഡ്സിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലായിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ രീതി. ക്ലാസ്സിൻ്റെ എല്ലാ വേർഡ്സിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലായിരിക്കും. ക്ലാസ്സും മെത്തേഡും എഴുതുന്നതും നെയിമിങ് കൺവെൻഷൻ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ മെയിൻ്റെ അകത്ത് സ്റ്റാർട്ട് ആക്ടിവിറ്റി 2 എന്നുള്ളതിൻ്റെ S സ്മോൾ ലെറ്റർ ആക്കി. അപ്പോൾ അത് മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ജാവയിൽ എന്താക്കണം? സ്മോൾ ലെറ്റർ ആക്കണം, അല്ലെങ്കിൽ അവിടെ എറർ വരും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ആക്ടിവിറ്റിയിൽ ഗോ ബാക്ക് എന്നുള്ള ബട്ടൺ നമ്മൾ വെച്ചു. അതിൻ്റെ ഓൺ ക്ലിക്കിൽ എന്ത് വെച്ചു? സ്റ്റാർട്ട് ആക്ടിവിറ്റി മെയിൻ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഫംഗ്ഷൻ്റെ പേര് പറഞ്ഞു. എന്നിട്ട് അതിവിടെ സെക്കൻഡ് ആക്ടിവിറ്റി ഡോട്ട് ജാവയിൽ അത് എഴുതി വെച്ചു. സ്റ്റാർട്ട് ആക്ടിവിറ്റി മെയിൻ എന്ന് പറഞ്ഞ് എഴുതി വെച്ചു. ഓക്കെ, സ്റ്റാർട്ട് ആക്ടിവിറ്റി മെയിൻ ആക്ടിവിറ്റി
സ്റ്റാർട്ട്, ഇവിടെ ടി കൊടുത്തില്ല, അതാണ് അവിടെ വരാത്തത്. ഓക്കെ, ക്ലിക്ക് ചെയ്തപ്പോൾ എണ്ണം കൂടി വന്നു. ഓക്കെ, സ്റ്റാർട്ട് ആക്ടിവിറ്റി മെയിൻ അത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. നേരത്തെ നമ്മൾ കണ്ടു മെയിൻ ആക്ടിവിറ്റിയിൽ നിന്ന് സെക്കൻഡ് ആക്ടിവിറ്റിയിലേക്ക് പോകുന്നത്. ഇനി തിരിച്ചു വരാനുള്ള ബട്ടൺ വെച്ചിട്ടുണ്ട്, ക്ലിക്ക് ചെയ്താൽ തിരിച്ച് മെയിൻ ആക്ടിവിറ്റിയിലേക്ക് വരണം. നമുക്ക് അതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ഇത് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ആക്ടിവിറ്റി 1 വന്നു. ഗോ ടു ആക്ടിവിറ്റി 2 ക്ലിക്ക് ചെയ്താൽ സെക്കൻഡ് ആക്ടിവിറ്റിയിലേക്ക് പോകണം. സെക്കൻഡ് ആക്ടിവിറ്റിയിൽ എന്താണ്, ഗോ ബാക്ക് എന്ന് പറഞ്ഞൊരു ബട്ടൺ വെച്ചിട്ടുണ്ട്. ആക്ടിവിറ്റി 2 അവിടെ ക്ലിക്ക് ചെയ്താൽ എവിടേക്ക് പോകണം, മെയിൻ ആക്ടിവിറ്റിയിലേക്ക് പോകണം. ഓക്കെ, യെസ്, അപ്പോൾ അത് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസുള്ള ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഓർത്ത് നോക്കുക. എന്തൊക്കെ ചെയ്തു, ഒരു ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു. അതിനു വേണ്ടി ഒരു ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് 2 ഫയലുകൾ ഉണ്ടെന്ന് അറിയാം, ഒരു ജാവ ഫയലും ഒരു XML ഫയലും. അപ്പോൾ XML ഫയലിൻ്റെ അകത്ത് ഡിസൈനും ജാവ ഫയലിൻ്റെ അകത്ത് അതിൻ്റെ കോഡുമാണ്. അപ്പോൾ അത് രണ്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്തു. എവിടെ, ജാവ ഫയൽ ക്രിയേറ്റ് ചെയ്തത് ജാവ എന്നുള്ള ഫോൾഡറിൻ്റെ അകത്ത് ഫസ്റ്റ് പാക്കേജിൻ്റെ അകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ എന്ന് പറഞ്ഞിട്ട് ജാവ ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഈ എക്സ്റ്റൻസ് ഒന്നും ഉണ്ടാവില്ല സാധാരണ ജാവ. അതിന് നമ്മൾ എക്സ്റ്റൻസ് ജാവ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ് എക്സ്റ്റെൻഡ് ചെയ്തു. അതിൻ്റെ അകത്ത് ഓൺ ക്രിയേറ്റ് എന്നുള്ള മെത്തേഡ് വെച്ചു. അതിലിതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. പിന്നെ അതിൻ്റെ ലേഔട്ട് ഫയൽ ഏതാണെന്ന് പറഞ്ഞു കൊടുത്തു. ഇത് പറയുന്നതിന് മുമ്പ് എന്ത് ക്രിയേറ്റ് ചെയ്യണം, ലേഔട്ട് ഫയൽ ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യണം. ലേഔട്ട് ഫയൽ ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ എന്ന് പറഞ്ഞിട്ട് റിസോഴ്സ് ഫയൽ, ലേഔട്ട് റിസോഴ്സ് ഫയൽ എന്ന് പറഞ്ഞിട്ട് ലേഔട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് ആവശ്യമുള്ള ലേഔട്ട് എന്താണോ സെക്കൻഡ് ആക്ടിവിറ്റിയിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു ആക്ടിവിറ്റിയായി ബന്ധപ്പെട്ട 2 ഫയലുകളായി. ഏതാണ്, ആക്ടിവിറ്റി മെയിനും അതിൻ്റെ ജാവ ഫയലും അതിൻ്റെ XML ഫയലും. പിന്നെ എന്തുകൂടി ചെയ്യണം, മാനിഫെസ്റ്റിൻ്റെ അകത്ത് പുതിയ ആക്ടിവിറ്റിയെക്കുറിച്ചുള്ള വിവരം നൽകണം. അത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്, ആക്ടിവിറ്റി എന്നുള്ള ടാഗ് ഉപയോഗിക്കും. നെയിം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണോ പേര് കൊടുത്തത് ആ പേര് അവിടെ ഡോട്ട് എന്ന് കൊടുത്തിട്ട് സെക്കൻഡ് ആക്ടിവിറ്റി ആ പേര് കൊടുത്ത് ക്ലോസ് ചെയ്തു. അപ്പോൾ മാനിഫെസ്റ്റിലും അത് രജിസ്റ്റേർഡ് ആയി. അപ്പോൾ അത് ആപ്പിൻ്റെ പാർട്ടായിട്ട് മാറി. പിന്നെ നമ്മൾ ചെയ്തത് ഒരു ആക്ടിവിറ്റി വെറുതെ വരില്ല അല്ലേ, ആക്ടിവിറ്റി എപ്പോഴും ലോഞ്ചിങ് ആക്ടിവിറ്റി മാത്രമേ വരുള്ളൂ. അതിൽ നിന്ന് അടുത്തതിലേക്ക് പോകാനുള്ള എന്തെങ്കിലും ഒരു ഇവൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു സംഭവം ഇല്ലാതെ അടുത്തതിലേക്ക് പോകില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു, മെയിൻ ആക്ടിവിറ്റിയിൽ ഒരു ബട്ടൺ വെച്ചു. ആ ബട്ടണിൽ എന്ത് ചെയ്തു, ഓൺ ക്ലിക്കിൽ നമ്മൾ പറഞ്ഞു ആക്ടിവിറ്റി 2 സ്റ്റാർട്ട് ചെയ്യാനുള്ള കോഡ് എഴുതി ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ആക്ടിവിറ്റി 2 അത് മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ജാവ, ഇവിടെ മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ജാവ എടുത്താൽ അതിൻ്റെ അകത്ത് കാണാം സ്റ്റാർട്ട് ആക്ടിവിറ്റി 2. അതിൽ ഉപയോഗിച്ച എന്താണ്, ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സാണ്. ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞ ക്ലാസ് പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. ഫസ്റ്റ് പർപ്പസാണ് ഇപ്പോൾ കണ്ടത്, ഫസ്റ്റ് ഇൻറ്റൻഷനാണ് കണ്ടത്. എന്ത് ഇൻറ്റൻഷൻ ഓഫ് ഗോയിങ് ഫ്രം 1 ആക്ടിവിറ്റി ടു അനദർ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 2 പാരാമീറ്ററാണ്. പല കൺസ്ട്രക്ടേഴ്സ് ഉണ്ടാവും ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിന് അല്ലേ. നമ്മൾ മൾട്ടിപ്പിൾ കൺസ്ട്രക്ടറുള്ള CPP ക്ലാസ്സൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ, അതുപോലെ ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിന് പല കൺസ്ട്രക്ടേഴ്സ് ഉണ്ടാവും. അതിലൊന്നാണ് ഈ 2 ആക്ടിവിറ്റിയുടെ പേര് പറഞ്ഞുകൊണ്ട്. ഒരു ആക്ടിവിറ്റിയുടെ പേര് പറയാതെ ന്യൂ ഇൻറ്റൻറ്റ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെയും ക്രിയേറ്റ് ചെയ്യാം, അത് നമ്മൾ പഠിക്കും പിന്നീട്. ഓക്കെ, അപ്പോൾ ഇൻറ്റൻറ്റ്, ന്യൂ ഇൻറ്റൻറ്റ്, അതിൻ്റെ അത് 2 കാര്യങ്ങൾ പാരാമീറ്ററായിട്ട് പറയുന്നു. ഒന്ന് സോഴ്സ്, മറ്റേ ഡെസ്റ്റിനേഷൻ. അതായത് ഏത് ആക്ടിവിറ്റിയിൽ നിന്നാണ്, കോൺടെക്സ്റ്റ് എവിടെയാണോ, എവിടെ നിന്നാണ് ഇൻറ്റൻറ്റ് പുറപ്പെടുന്നത്. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റത്തെ ഇതിൽ മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ദിസും പോകേണ്ടത് അങ്ങോട്ടാണ് സെക്കൻഡ് ആക്ടിവിറ്റി ഡോട്ട് ക്ലാസ് ആണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഡോട്ട് ദിസ് ആണെങ്കിൽ ഇവിടെ ഡോട്ട് ക്ലാസ് എന്നാണ് കൊടുക്കുക. അത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആക്ടിവിറ്റി എന്നുള്ള മെത്തേഡിനെ കോൾ ചെയ്യുക. ആ മെത്തേഡിൻ്റെ പാരാമീറ്ററായിട്ട് ഈ ഇൻറ്റൻറ്റ് ഒബ്ജക്റ്റ് എന്താണോ പേര് കൊടുത്തത് ആ പേര് ഇവിടെ പാസ് ചെയ്ത് കൊടുക്കുക. ആ ഒബ്ജക്റ്റ് നെയിം പാസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് വർക്ക് ചെയ്യും. അപ്പോൾ ആ ഇതിലേക്ക് പോകും. നമ്മൾ അതുപോലെ തന്നെ സെക്കൻഡ് ആക്ടിവിറ്റിയിലും എന്ത് ചെയ്തു, ഒരു ബട്ടൺ വെച്ചിട്ട് തിരിച്ചു വരാനുള്ളതും വെച്ച് ചെയ്തു. അത്രയേ ഉള്ളൂ. തിരിച്ചു ആ ബട്ടണിൽ സ്റ്റാർട്ട് ആക്ടിവിറ്റി മെയിൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഓൺ ക്ലിക്കിൽ വെച്ചു.
അത് സെക്കൻഡ് ആക്ടിവിറ്റി ഡോട്ട് ജാവയിൽ ഓൺ ക്രിയേറ്റ് എന്നുള്ള ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നമ്മളത് പുതിയ ഫംഗ്ഷൻ എഴുതി പബ്ലിക് വോയിഡ് സ്റ്റാർട്ട് ആക്ടിവിറ്റി മെയിൻ വ്യൂ. ഇതേപോലെ തന്നെ എന്തുമാത്രം വ്യത്യാസം, ഇൻറ്റൻറ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. സോഴ്സ് ഇപ്പോൾ എന്താണ് സെക്കൻഡ് ആക്ടിവിറ്റി ഡോട്ട് ദിസ് ആണെങ്കിൽ ഡെസ്റ്റിനേഷൻ മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ക്ലാസ് ആണ്, നേരെ തിരിച്ചുള്ള ഇൻറ്റൻറ്റ്. അപ്പോൾ സ്റ്റാർട്ട് ആക്ടിവിറ്റി ഡോട്ട് എന്ന് പറഞ്ഞാൽ അത് ക്രിയേറ്റഡ് ആണ്. ഓക്കെ, ഇത്രയാണ്. ഞാൻ കുറച്ചുകൂടെ ഡാറ്റ പാസ് ചെയ്യുന്നത് കൂടെ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ വീഡിയോ ലെങ്ത് ഇപ്പോൾ 1 മണിക്കൂർ ആയിട്ടില്ല, 10 മിനിറ്റ് കൂടെ ഉണ്ട്. എന്നാലും അതിനി പറഞ്ഞു വരുമ്പോഴേക്കും ലെങ്ത് ഒരുപാട് കൂടിപ്പോകും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയറായിട്ട് മനസ്സിലാക്കുക. ഇൻറ്റൻറ്റ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, ഇവിടെ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. പുതിയ ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു, പുതിയ ആക്ടിവിറ്റി എങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, മാനുവലി ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഇപ്പോൾ കണ്ടത്. ഇനി ഇതല്ലാതെ അതുകൂടി പറയാനുള്ള സമയം നമുക്കുണ്ട്. ഇതല്ലാതെ ഇത്രയും ജാവ ഫയൽ സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് എക്സ്റ്റൻസ് ആക്ടിവിറ്റി എന്ന് എഴുതി അതിനകത്ത് ഓൺ ക്രിയേറ്റ് എന്നുള്ള മെത്തേഡ് നമ്മളായിട്ട് എഴുതി മാനുവലി, അങ്ങനെയാണ് നമ്മളിപ്പോൾ ചെയ്തത്. അതുപോലെ ലേഔട്ട് ഫയലും പോയിട്ട് റിസോഴ്സിൽ ലേഔട്ടിൻ്റെ അകത്ത് പോയിട്ട് ന്യൂ ലേഔട്ട് ഫയൽ എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ അങ്ങനെയൊക്കെ എഴുതി. പിന്നെ മാനിഫെസ്റ്റിൽ നമ്മൾ പോയി എൻട്രി വരുത്തി, മാനുവലി ചെയ്ത് അങ്ങനെയാണ്. ഇതൊന്നും ഇല്ലാതെ നമുക്ക് പുതിയൊരു ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിലുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ആപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക, ന്യൂ, റൈറ്റ് ക്ലിക്ക്, ന്യൂ ആക്ടിവിറ്റി. ഓക്കെ, ന്യൂ ആക്ടിവിറ്റി. അതിൽ നമ്മൾ നമ്മുടെ എം ടി ആക്ടിവിറ്റി കാണും, എം ടി ആക്ടിവിറ്റി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ പേര് ചോദിക്കും. അപ്പോൾ ഞാനിവിടെ 3ാമതൊരു ആക്ടിവിറ്റി ആയിട്ടത് വെക്കുകയാണ്. അപ്പോൾ തേർഡ് ആക്ടിവിറ്റി എന്ന് ഞാൻ അതിൻ്റെ പേര് കൊടുക്കും, തേർഡ് ആക്ടിവിറ്റി. അപ്പോൾ ഇവിടെ ഒരു ടിക്ക് കണ്ടോ, ജനറേറ്റ് ലേഔട്ട് ഫയൽ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ലേഔട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്തോളൂ. ലേഔട്ട് ഫയലിൻ്റെ പേര് വന്ന് നോക്കുക, ആക്ടിവിറ്റി തേർഡ്, നേരെ തിരിച്ചൊരിടലാണ്. അതങ്ങനെയാണ് അതിൻ്റെ രീതി. നമ്മളും മാനുവലായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഇങ്ങനെയുള്ള പേരുകൾ കൊടുത്താൽ നമുക്ക് എല്ലാത്തിനും ഒരു സ്റ്റാൻഡേർഡ് ഇതുണ്ടാവും, മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാവും. ഇത് ലോഞ്ചർ ആക്ടിവിറ്റി അല്ല, അതുകൊണ്ട് ടിക്കില്ല. നമ്മൾ അതിൽ വേറെ ഒന്നും ചേഞ്ച് വരുത്താൻ നിൽക്കണ്ട, ഇതൊന്നും മാറ്റാൻ നിൽക്കണ്ട. ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. തേർഡ് ആക്ടിവിറ്റി അതിൻ്റെ ലേഔട്ട് ഫയൽ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ആവും. പാക്കേജ് നെയിമൊക്കെ നമ്മൾ കൊടുത്ത പാക്കേജ് നെയിം. ഓക്കെ, ഫിനിഷ് കൊടുക്കുക. ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം തേർഡ് ആക്ടിവിറ്റി ഡോട്ട് ജാവ എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ടിവിറ്റി ഉണ്ടാക്കി. അത് എക്സ്റ്റൻസ് എന്താണ്, ആപ്പ് കോമ്പാക്റ്റ് ആക്ടിവിറ്റി, അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. അതിൻ്റെ അകത്ത് ഓൺ ക്രിയേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ആ മെത്തേഡിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തു. അതുകൂടാതെ കണ്ടൻറ് വ്യൂ ആക്ടിവിറ്റി തേർഡായിട്ട് സെറ്റ് ചെയ്തു. അപ്പോൾ ആക്ടിവിറ്റി തേർഡ് ഡോട്ട് XML എന്ന് പറഞ്ഞാൽ XML ഫയലും ക്രിയേറ്റഡ് ആയിട്ടുണ്ടാവണം അല്ലേ. അതെവിടെ, അത് ആക്ടിവിറ്റി തേർഡ് ഇവിടെ ഉണ്ട്. തേർഡ് ആക്ടിവിറ്റി ഇവിടെ XML ഫയൽ റിസോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ലേഔട്ട്. ആക്ടിവിറ്റി തേർഡ് XML ഫയൽ ഇവിടെ വന്നു. ഓക്കെ, അപ്പോൾ അതും ഇവിടെ ക്രിയേറ്റഡ് ആയി. അതിന് അത്യാവശ്യം വേണ്ട ലേഔട്ട് മാത്രം, കൺസ്റ്റന്റ് ലേഔട്ടാണ് വരിക എന്ന് മാത്രം. നമുക്കത് ലീനിയറോ റിലേറ്റീവോ എന്ത് വേണമെങ്കിലും ആക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് പിന്നെ നമുക്ക് ആവശ്യമുള്ള മാത്രം എന്താണ് ടെക്സ്റ്റ് വ്യൂ ആണോ ബട്ടണാണോ എന്താണ് ആവശ്യമുള്ള മാത്രം ഇവിടെ ക്രിയേറ്റ് ചെയ്താൽ മതി. തേർഡ് ആക്ടിവിറ്റി ഡോട്ട് ജാവയുടെ അകത്ത് ആവശ്യമുള്ളതെല്ലാം അത്യാവശ്യം വേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി പുതിയ മെത്തേഡോ നമ്മൾ എഴുതണമെങ്കിൽ അതിവിടെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സിംഗിൾ ക്ലിക്കിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും അപ്പോൾ സംഭവിക്കുന്നത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. എന്തൊക്കെയാണ്, ജാവ ഫയൽ ക്രിയേറ്റഡ് ആവുന്നുണ്ട്, അതിൽ ഇങ്ങനെയൊക്കെ എഴുതി വരുന്നു എന്ന് മാത്രം. നമ്മളതിപ്പോൾ തനിയെ നേരത്തെ മാനുവലി ചെയ്തു. ഓക്കെ, ഈ ഓൺ ക്രിയേറ്റ് മാനുവലി ക്രിയേറ്റ് ചെയ്തു, ഇത് ക്രിയേറ്റ് ചെയ്തു, എക്സ്റ്റൻസ് എന്നുള്ളത് എഴുതി. ഓക്കെ, അതുപോലെ XML ഫയൽ നമ്മളിവിടെ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ XML ഫയൽ എന്നും ലേഔട്ട് റിസോഴ്സ് ഫയൽ എന്നും പറഞ്ഞിട്ട് അത് ക്രിയേറ്റ് ചെയ്താൽ ഇതിപ്പോൾ അതെല്ലാം തനിയെ ചെയ്തു തരാണ്. ഇനി എന്തും കൂടി ചെയ്തിട്ടുണ്ടാവണം, ഈ 3ാമത് ക്രിയേറ്റ് ചെയ്ത ലേഔട്ട് ഈ ആപ്പിൻ്റെ പാർട്ട് ആവണമെങ്കിൽ എന്തുകൂടി ചെയ്തിട്ടുണ്ടാവണം, മാനിഫെസ്റ്റിൻ്റെ അകത്ത് അതിൻ്റെ എൻട്രി വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതും കൂടി വരണം അല്ലേ. മാനിഫെസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഇവിടെ വന്നിരിക്കുന്നു ആക്ടിവിറ്റി ആൻഡ്രോയിഡ് നെയിം ഡോട്ട് തേർഡ് ആക്ടിവിറ്റി. അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ എൻട്രി വരുത്തി അല്ലേ. പക്ഷെ നമ്മൾ മാനുവലി ക്രിയേറ്റ് ചെയ്തപ്പോൾ ഇത് നമ്മൾ തന്നെ ടൈപ്പ് ചെയ്ത് ചേർക്കുകയായിരുന്നു. ഇത് ഈ ഒരു മെത്തേഡ് വഴി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതും കൂടി ഓട്ടോമാറ്റിക്കായിട്ട് അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞ് വലിയ ഡെവലപ്പറായിട്ട് വലിയ വലിയ ആപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ മാനുവൽ മെത്തേഡിനൊന്നും പോകണ്ട. നേരെ ആപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ ആക്ടിവിറ്റി എന്നും പറഞ്ഞിട്ട് ഈ പറഞ്ഞ എം ടി ആക്ടിവിറ്റി എടുത്ത് ഏതാണോ വേണ്ടത് അതെടുത്തിട്ട് ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതി. പക്ഷേ മാനുവലി ചെയ്യാൻ അറിഞ്ഞിരിക്കണം, എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാനത്
മാനുവലി ക്രിയേറ്റ് ചെയ്യിച്ചത് നിങ്ങളുടെ എക്സാമിനും അങ്ങനെയായിരിക്കും ചിലപ്പോൾ ചോദിക്കും. ഓക്കെ, അതിൻ്റെ മെത്തേഡ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയർ ഉണ്ട്, എന്തൊക്കെ ഫയലുകളുണ്ട് ഒരു ആക്ടിവിറ്റി ബന്ധപ്പെട്ട്, ഒരു ആക്ടിവിറ്റി ഒരു ആപ്പിൻ്റെ പാർട്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ആ മാനിഫെസ്റ്റ് ഫയലിൽ ആ എൻട്രി ചേർക്കുന്നത് അടക്കം അല്ലേ 3 കാര്യങ്ങൾ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഒരു പുതിയ ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യാൻ 3 കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് ആദ്യം എന്താ അറിഞ്ഞിരിക്കണം, ആക്ടിവിറ്റിയായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയുണ്ട്. 2 ഫയലുകൾ മെയിനായിട്ടുണ്ട്, അതിൻ്റെ ജാവ ക്ലാസ് ഫയലും XML ഡിസൈൻ ഫയലും. അതുകൂടാതെ ഈ ആപ്പിൻ്റെ പേര് ഈ ആക്ടിവിറ്റിയുടെ പേര് ഈ ആപ്പിൻ്റെ മാനിഫെസ്റ്റിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. എന്തായിട്ട് ആക്ടിവിറ്റി എന്നുള്ള ടാഗ് ഉപയോഗിച്ച് ഇത്രയും 3 കാര്യങ്ങൾ ചെയ്യണം. ജാവ ഫയൽ ക്രിയേറ്റ് ചെയ്യണം, XML ഫയൽ ക്രിയേറ്റ് ചെയ്യണം, ആക്ടിവിറ്റിയുടെ പേര് ആൻഡ്രോയിഡ് മാനിഫെസ്റ്റിൽ എൻട്രി വരുത്തണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മാനുവലി ചെയ്തു. അത് വെച്ചുകൊണ്ട് ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് മറ്റൊരു ആക്ടിവിറ്റിയിലേക്ക് പോകാനുള്ള കോഡ്, ഇൻറ്റൻ്റ് എന്നുള്ള ഒബ്ജക്റ്റ് ഉപയോഗിച്ചുള്ള കോഡ് പഠിച്ചു. തിരിച്ചു വരാനുള്ള കോഡ് ഞാൻ ആദ്യം ഹോംവർക്ക് എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഞാൻ തന്നെ എഴുതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ എന്ത് മാറ്റം, ഓൺ ക്ലിക്ക് ആട്രിബ്യൂട്ട് എന്നുള്ളത് മാറ്റിയിട്ട് ഓൺ ക്ലിക്ക് ലിസണർ വെച്ചിട്ട് ചെയ്യുന്ന കോഡ് നിങ്ങൾ എഴുതി. ഈ കോഡും എഴുതണം, അതുകൂടാതെ ഓൺ ക്ലിക്ക് ലിസണർ വെച്ച് എഴുതണം. പിന്നെ ഇതിൻ്റെ ഈ മെത്തേഡ് പ്രൊസീജിയറായിട്ട് എഴുതുക, ഒരു അൽഗോരിതം എഴുതുന്ന പോലെ പുതിയ ആക്ടിവിറ്റി ആഡ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ എഴുതി വെക്കുക. എന്നിട്ട് എക്സാമ്പിളായിട്ട് ഈ പറഞ്ഞ ആക്ടിവിറ്റിയുടെ കാര്യങ്ങളും ഡിസൈനും ഒക്കെ വരച്ചു വെക്കുക. അതിൽ ഓൺ ക്ലിക്ക് ആട്രിബ്യൂട്ടാണ് ഞാൻ ചെയ്ത് കാണിച്ചെങ്കിൽ നിങ്ങൾ അത് കൂടാതെ അതും എഴുതിയിട്ട് അതുകൂടാതെ ഓൺ ലിസണർ വെച്ചിട്ട് ചെയ്യുന്നതും ചെയ്ത് വെക്കുക. ഓക്കെ, ഇത്രയാണ് ഇപ്പോൾ ഇന്ന് പറ്റുന്നുള്ളൂ. നമുക്ക് അടുത്ത ദിവസം നമുക്ക് ഇതിൻ്റെ ഡാറ്റ പാസ് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു ലോഗിൻ സ്ക്രീനാണെന്ന് വിചാരിക്കുക, അയാൾ യൂസർ നെയിം പാസ്വേഡും ക്രിയേറ്റ് ചെയ്തിട്ട് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് ഈ യൂസർ നെയിം പാസ്വേഡും പാസ് ചെയ്ത് കൊടുക്കണം. അവിടെ ചെക്ക് ചെയ്തിട്ട് അത് കറക്റ്റ് ആണെങ്കിൽ ലോഗിൻ സക്സസ്ഫുൾ എന്ന് അവിടെ ആ ആക്ടിവിറ്റിയിൽ കാണിക്കുക, അല്ലെങ്കിൽ ലോഗിൻ ഫെയിൽഡ് എന്ന് കാണിക്കുക. വേണമെങ്കിൽ തിരിച്ച് ഗോ ബാക്ക് എന്നുള്ള ബട്ടൺ വെക്കാം, ലോഗിൻ സ്ക്രീനിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, അതാണ് നമ്മൾ അടുത്ത ദിവസം നമുക്ക് നോക്കാനുള്ളത്. ഡാറ്റ പാസ് ചെയ്യണം, എന്ത് ഡാറ്റ ആണെങ്കിലും, യൂസർ നെയിമോ പാസ്വേഡ്, ഏജ്, ന്യൂമറിക് ആയാലും സ്ട്രിങ് ആയാലും, ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് മറ്റൊരു ആക്ടിവിറ്റിയിലേക്ക് പോയാൽ മാത്രം പോരാ, ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് മറ്റൊരു ആക്ടിവിറ്റിയിലേക്ക് ഡാറ്റ പാസ് ചെയ്യാനുള്ള മെത്തേഡുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയറായിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.